ഓൾറെഡി ഇപ്പോൾ കവർ ചെയ്തിട്ടുള്ള സെക്ഷന് പുറമെയുള്ള കളക്ഷൻ റിക്കവറി, അതുപോലെ തന്നെ അഡ്വാൻസ് ടാക്സിന്റെ പേയ്മെന്റുകൾ, അതുപോലെ ഇൻട്രസ്റ്റ് പേയ്മെന്റുകൾ, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കൂടുതലായിട്ട് കവർ ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളത്. കളക്ഷന്റെ ഏരിയയിൽ പെട്ടിട്ടുള്ളത് തന്നെയാണ് ഇതൊക്കെയും. പക്ഷെ വേറെ വേറെ മോഡ്സ് ഓഫ് റിക്കവറി ആണ്. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻകം ടാക്സ് കളക്ട് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ രീതിയിൽ ഇൻകം ടാക്സ് കളക്ട് ചെയ്യാം എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ഒന്ന് നമ്മൾ നേരത്തെ കണ്ട TDS-ഉം TCS-ഉം അതിന്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം ഈ ചാപ്റ്ററിൽ തന്നെ കവർ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ചാപ്റ്റർ 19 എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ് ഇത് കവർ ചെയ്തിട്ടുള്ളത്. അതിന്റെ റീസൺ അതുകൊണ്ടാണ്. ഇതൊരു റിക്കവറിയുടെ മെക്കാനിസം കൂടിയാണ്. അത് നമ്മൾ അഡ്വാൻസ് ടാക്സ് ഒക്കെ നമ്മൾ വോളണ്ടറി ആയിട്ട് അടയ്ക്കുന്നുണ്ടെങ്കിലും അത് റിക്കവറി മെക്കാനിസം ആണ്. അതിൽ 3 പാർട്ടാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. പാർട്ട് സി പറയുന്നത് അഡ്വാൻസ് ടാക്സ് പേയ്മെന്റിന്റെ ഭാഗമാണ്. പിന്നെ പാർട്ട് ഡി വരുന്നത് നമുക്ക് റിക്കവറിയുടെ ഭാഗമാണ്. കളക്ഷൻ ആൻഡ് റിക്കവറി. കളക്ഷൻ റിക്കവറി എന്ന് ഉദ്ദേശിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് റിക്കവറി നടത്തുന്നത് എന്തെങ്കിലും അസറ്റ്സ് അറ്റാച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ മൂവബിൾ പ്രോപ്പർട്ടീസ് അറ്റാച്ച് ചെയ്തിട്ടോ ഒക്കെയാണ്. പിന്നെ പാർട്ട് ഇയിൽ വരുന്നത് നമ്മളുടെ ഇൻട്രസ്റ്റ് ചാർജബിൾ ഇൻ സർട്ടൻ കേസസ്, അതാണ് പാർട്ട് ഇ വരുന്നത്. ഈ 3 പാർട്ടാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. 403 സെക്ഷൻ തൊട്ടിട്ട് സെക്ഷൻ 430 സെക്ഷൻ വരെയാണ് ഇതിൽ കവറേജ് വരുന്നത്. ഇത് നമുക്ക് കൂടുതലായിട്ട് എല്ലാവരും അത്രയ്ക്ക് ബോധേഡ് ആയിട്ടുള്ള ഒരു സെഷൻ ആണെന്ന് തോന്നുന്നില്ല, എക്സെപ്റ്റ് അഡ്വാൻസ് ടാക്സ്. അഡ്വാൻസ് ടാക്സ് നമ്മൾ എല്ലാവരും അവെയർ ആണ്. ഇന്ന ഡേറ്റുകളിൽ അടയ്ക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറേയൊക്കെ അവെയർ ആണ്. ബാക്കിയുള്ള സെക്ഷൻസും ഈ റിക്കവറിയുടെ ഭാഗങ്ങളും അതുപോലെ തന്നെ ഇൻട്രസ്റ്റിലും നമ്മൾ 234A, B, C ഒക്കെ നമ്മൾ കൂടുതൽ അവെയർ ആണെങ്കിലും ബാക്കിയുള്ള സെക്ഷൻസിനെ കുറിച്ച് നമ്മൾ അത്ര അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകാറില്ല. പലപ്പോഴും നമ്മൾ പലരും സോഫ്റ്റ്വെയർസ് ആണ് ഉപയോഗിക്കാറ്. ഇപ്പൊ പലപ്പോഴും ഈ ഇൻട്രസ്റ്റ് ഒക്കെ ഓട്ടോമാറ്റിക് ആണ് കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്ത് നമ്മൾ അതിന്റെ കാൽക്കുലേഷനോ കാര്യങ്ങളൊന്നും പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. പക്ഷെ അത് ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും സോഫ്റ്റ്വെയറിലും തെറ്റുകൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അപ്പൊ അപ്ഡേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ശരിയാണോ, സോഫ്റ്റ്വെയർ തരുന്ന ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും നമ്മൾ അടയ്ക്കുക. അപ്പൊ ആ ഇൻട്രസ്റ്റ് ശരിയാണോ എന്ന് നമുക്ക് നോക്കണമെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റിന്റെ പ്രൊവിഷൻസ് കവർ ചെയ്ത് നോക്കിയാലാണ് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ടാക്സ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ അന്നുള്ള ടാക്സിന്റെ ലയബിലിറ്റി ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റും പെനാൽറ്റിയും കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം പഠിച്ചാൽ മാത്രമാണ് മനസ്സിലാവുള്ളൂ. ഇത് കൂടാതെ റിക്കവറിയുടെ ഒരു ഭാഗമുണ്ട്. റിക്കവറിയുടെ ഒരു ഭാഗത്ത് ഏതൊക്കെ രീതിയിൽ അസസിംഗ് ഓഫീസർക്കോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിനോ നമ്മുടെ ടാക്സ് ലയബിലിറ്റി റിക്കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ടാക്സ് പ്രാക്ടീഷണേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ ധാരണ ഉണ്ടായിരിക്കും. എന്നാലാണ് നമുക്ക് അസസീനെ കറക്റ്റ് ആയിട്ട് നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അസസീനെ എടുത്ത് നമുക്ക് ഒന്ന് റിട്രീവ് ചെയ്യണം, നമുക്ക് ഒന്ന് ബാക്കിലോട്ട് മാറണമെങ്കിൽ, ഒന്ന് ഡിഫെൻസീവ് ആവണമെങ്കിൽ, അത് അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ എങ്ങനെ നിൽക്കണം എന്നുള്ളത് നമുക്ക് റിക്കവറി മെത്തേഡ്സ് നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ പറ്റുള്ളൂ. അല്ലാത്ത സമയത്ത് നമ്മൾ അസസീനെ എടുത്ത് സ്ട്രോങ് ആവാൻ നിന്ന് പറഞ്ഞതിന് ശേഷം അയാളുടെ മൂവ് പ്രോപ്പർട്ടി എന്തെങ്കിലും അറ്റാച്ച് ചെയ്യോ അല്ലെങ്കിൽ അയാളുടെ ബാങ്ക് അക്കൗണ്ട് എന്തെങ്കിലും അറ്റാച്ച് ചെയ്യോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് അറിയണം, എങ്ങനെയൊക്കെ അവർക്ക് അറ്റാച്ച്മെന്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അവർക്ക് നമ്മുടെ റിക്കവറി ചെയ്ത് നടത്താം. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കുറേയും കൂടി അവെയർ ചെയ്യാൻ മാത്രമാണ് നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരാൾക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയയിൽ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്കത് കൂടുതലായിട്ട് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാക്സ് വരുന്നവരെയാണ് ഈ അസസ്മെന്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ നോക്കുള്ളൂ. ടാക്സ് വന്നു കഴിഞ്ഞ് നമ്മളവിടെ ഡിമാൻഡ് ഉണ്ടാവും. നമുക്ക് ഇൻകം ടാക്സ് സൈറ്റിൽ നോക്കുമ്പോൾ ശരിക്കും കുറെ ഔട്ട്സ്റ്റാൻഡിങ് ഡിമാൻഡുകൾ ഉണ്ടാവും. ഈ ഔട്ട്സ്റ്റാൻഡിങ് ഡിമാൻഡ് ചിലപ്പോൾ നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. ആ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ കിടന്ന് നാളെ നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് നാട് വിട്ട് പോവാണ്, പുറത്ത് സ്റ്റേ ചെയ്യാൻ പോവാണ്, അങ്ങനത്തെ സിറ്റുവേഷനിലേക്കും ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണ്ടി വരും ചില സമയത്ത് നമ്മൾ ഡിക്ലറേഷൻസ് കൊടുക്കേണ്ടി വരും ഡിപ്പാർട്ട്മെന്റ് മുമ്പിൽ. അപ്പോൾ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ല, നമുക്ക് ട്രാവൽ ബാൻ വരും. ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കണമെങ്കിൽ നമ്മളുടെ ടാക്സ് ലയബിലിറ്റി നിൽക്കുന്നത് നമുക്ക് ക്ലിയർ ചെയ്യാൻ നമുക്ക് പറ്റണം. അപ്പൊ ആ ടാക്സ് ലയബിലിറ്റി എങ്ങനെയാണ് വന്നുള്ളത്, അതിന്റെ റിക്കവറിയിലേക്ക് പോവാതിരിക്കാൻ എന്തുകൊണ്ടാണ് വന്നുള്ളത്. വൺസ് ടാക്സ് റിക്കവറി ഓഫീസർ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഡിമാൻഡ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി നമുക്ക് ആ ഡിമാൻഡിനെ നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഏത് ഓർഡർ പ്രകാരമാണ് വന്നുള്ളത് അത് വേണമെങ്കിൽ നമുക്ക് അതിനെ അഗെയിൻസ്റ്റ് അപ്പീൽ പോകാനുള്ള പ്രൊവിഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത്തിരി ഡ്രൈ ഏരിയ ആണെന്ന് നമ്മൾ വിചാരിച്ചാൽ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമുക്ക് പ്രാക്ടീസിൽ ഒരു കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് ഒരാൾ അഡ്വൈസ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഏരിയ നമുക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റും.
അപ്പൊ നമുക്ക് ആദ്യത്തെ സെക്ഷനിലേക്ക് നമുക്ക് കടക്കാം. ഈ ഇത്രയും 390 നമ്മൾ മൊത്തമുള്ള സെക്ഷനാണ്. നമ്മൾ ഇന്ന് കവർ ചെയ്യുന്ന സെക്ഷൻ 403 തൊട്ടിട്ട് 430 വരെയുള്ള സെക്ഷനാണ്. ഇതിന്റെ കറസ്പോണ്ടിങ് ചാപ്റ്റർ 17 ആണ്. മുമ്പ് പറഞ്ഞിട്ടുണ്ട് കളക്ഷൻ റിക്കവറി ഓഫ് ടാക്സ്, ഇൻകം ടാക്സ് ആക്ട് 1961 ചാപ്റ്റർ 17 ആണ്. ഇതിപ്പോ ചാപ്റ്റർ 19 ആണ് ഇപ്പോഴത്തെ ഇൻകം ടാക്സ് ആക്ട് 2025. നമുക്ക് അതിലത്തെ ഓരോ സെക്ഷനുകളിലേക്ക് പോവാം. സെക്ഷൻ 403 പറയുന്നത് ലയബിലിറ്റി ഫോർ പേയ്മെന്റ് ഓഫ് അഡ്വാൻസ് ടാക്സ്. അഡ്വാൻസ് ടാക്സ് പേയ്മെന്റിന്റെ ലയബിലിറ്റി ആണ് സെക്ഷൻ 403 പറയുന്നത്. ആർക്കൊക്കെയാണ് ആ ലയബിലിറ്റി അപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. സെക്ഷൻ ഒന്ന് ബ്രീഫായിട്ട് ഞാൻ അതിന്റെ ഒരു സെക്ഷനിലേക്ക് ഒന്ന് പോവാം. നമുക്കത് എങ്ങനെയാണ് സെക്ഷൻ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. നമ്മൾ എപ്പോഴാണ് അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ടത്? അഡ്വാൻസ് ടാക്സ് അടയ്ക്കുന്നതിന് നമുക്ക് കറന്റ് ഇൻകത്തുമിലാണ് നമുക്ക് അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ടത്. നമ്മളുടെ കറന്റ് ടോട്ടൽ ഇൻകത്തും ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ എത്രയാണോ നമ്മളുടെ ടോട്ടൽ ഇൻകം വരുന്നത് ആ ഇൻകത്തുമെയാണ് നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടത്. ഇപ്പോൾ കറന്റ് ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ ഇൻകം ആണ് ഈ ഇൻകം ടാക്സ് ആക്ട് സെക്ഷൻ പ്രകാരം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ടോട്ടൽ ഇൻകത്തുമേ നമ്മൾ അഡ്വാൻസ് ടാക്സ് അടയ്ക്കാൻ ലയബിൾ ആണ്. ഇതാണ് ഈ സെക്ഷനിൽ പറയുന്നത്. അപ്പൊ അഡ്വാൻസ് ടാക്സ് ലയബിലിറ്റി അവിടെ ക്രിസ്റ്റലൈസ് ചെയ്ത് വന്നത്. ഇപ്പൊ എന്തും അടയ്ക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ഇൻകത്തുമ്പോൾ നമ്മൾ അഡ്വാൻസ് ടാക്സ് അടയ്ക്കണം. ഇനി അടയ്ക്കേണ്ടാത്ത ഒരാൾക്കാർ മാത്രമേ ഉള്ളൂ, അവർക്ക് മാത്രം എക്സെപ്ഷൻ കൊടുത്തുള്ളൂ. അതാരാണ്? ബിസിനസ് ഇൻകോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇൻകോ ഇല്ലാത്ത 60 വയസ്സിന് മീതിയുള്ള ആളുകൾക്ക്, റെസിഡന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന്, ഇന്ത്യയിലുള്ള റെസിഡന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് ബിസിനസ് ഇൻകോ പ്രൊഫഷണൽ ഇൻകോ ഇല്ല, പക്ഷെ അവർക്ക് 60 വയസ്സിന് മീതിയാണെങ്കിൽ അവരാണ് ഈ അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ടാത്ത ആളുകളുള്ളൂ. ഇത് നമുക്ക് മറ്റുള്ള സെക്ഷനിൽ ഇതിൽ നോക്കി സെക്ഷൻ 207 ആണ് 1961 അപ്ലിക്കബിൾ ആയിട്ടുള്ള സെക്ഷൻ. അതിൽ സെയിം തന്നെയാണ്, ചേഞ്ചസ് ഒന്നും ഇല്ല, സിമിലർ വേർഡിങ്സ് തന്നെയാണ് ഉപയോഗിച്ചുള്ളത്. അപ്പൊ ലയബിലിറ്റി ക്രിസ്റ്റലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് ടാക്സിന്റെ ലയബിലിറ്റി വരുന്നത് ഈ സെക്ഷൻ 403 പ്രകാരമാണ്. 403 പ്രകാരം നിങ്ങളുടെ കറന്റ് ഇൻകത്തുമേ, അതായത് നിങ്ങളുടെ ടോട്ടൽ ഇൻകത്തുമേ ആണ് ടാക്സ് ലയബിലിറ്റി വരുന്നത്. അതിന് നമ്മൾ അഡ്വാൻസ് ടാക്സ് പേ ചെയ്യാൻ ലയബിൾ ആണ്. ആകെയുള്ള എക്സംഷൻ 60 വയസ്സിന് മീതിയുള്ള ബിസിനസ്സോ പ്രൊഫഷണലോ ഇല്ലാത്ത വ്യക്തികൾക്ക് മാത്രമാണ് എക്സ്ക്ലൂഷൻ കൊടുത്തിട്ടുള്ളത്. ബാക്കി ആർക്കും അതിൽ നിന്ന് എക്സ്ക്ലൂഷൻ ഇല്ല. ഇനി 404 കണ്ടീഷൻ പറയുന്നത് കണ്ടീഷൻസ് ഓഫ് ലയബിലിറ്റി ടു പേ അഡ്വാൻസ് ടാക്സ്. അഡ്വാൻസ് ടാക്സ് പേ ചെയ്യുന്നതിന് ചെറിയൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. ആ കണ്ടീഷൻ 208 1961 ആക്ടിൽ ഉണ്ടായിരുന്നു. അതേ കണ്ടീഷൻ തന്നെയാണ് ഇവിടെ കണ്ടിന്യൂ ചെയ്തത്. നമ്മളുടെ ടാക്സ് 10,000 രൂപയ്ക്ക് മീതിയാണെങ്കിൽ, നമ്മളുടെ ഒരു കൊല്ലത്തെ ടാക്സ് പേയബിൾ ആയിട്ടുള്ള എമൗണ്ട് 10,000 രൂപയ്ക്കാളും മുകളിലാണെങ്കിൽ വി ആർ ലയബിൾ ടു പേ അഡ്വാൻസ് ടാക്സ്. അപ്പൊ അഡ്വാൻസ് ടാക്സ് അടയ്ക്കുന്നതിനുള്ള ഒരു കണ്ടീഷൻ, ആദ്യം ആരൊക്കെയാണ് അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ടതെന്ന് പറഞ്ഞു, ഏത് ഇൻകത്തുമിലാണ് അടയ്ക്കേണ്ടതെന്ന് പറഞ്ഞു. ഇനി എത്ര എമൗണ്ട് ഉള്ളവർക്കാണ് അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ടത്. അപ്പൊ 10,000-ലും കുറവാണ് നമ്മുടെ ടാക്സ് ലയബിലിറ്റി എന്ന് വെച്ചാൽ നമ്മൾ അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ അഡ്വാൻസ് ടാക്സ് ലയബിലിറ്റിയിലെ പരിധിയിൽ പെടില്ല. ഇനി സെക്ഷൻ 405 എങ്ങനെയാണ് ഈ അഡ്വാൻസ് ടാക്സിന്റെ കമ്പ്യൂട്ടേഷൻ എന്നുള്ളത് പറയുന്നുണ്ട്. ഈ സെക്ഷൻ 405, 406, 407 405 നമുക്ക് കമ്പ്യൂട്ടേഷൻ, നമുക്ക് അഡ്വാൻസ് ടാക്സിന്റെ കമ്പ്യൂട്ടേഷൻ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതെല്ലാം നമുക്ക് ഈ സെക്ഷനിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായി. 209 ഈ മൂന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെല്ലാം 3 സെക്ഷനായിട്ട് ഇപ്പൊ പുതിയ ഇൻകം ടാക്സ് ആക്ടിൽ കൺവേർട്ട് ചെയ്യുക ചെയ്തുള്ളത്. 405-ഉം 406-ഉം 407-ഉം. അതിൽ 405 പറയുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് അഡ്വാൻസ് ടാക്സ് ആണ്. സെക്കൻഡില് 406 പറയുന്നത് പേയ്മെന്റ് ഓഫ് അഡ്വാൻസ് ടാക്സ് ബൈ അസസി ബൈ ഓൺ ഹിസ് ഓൺ അക്കൗണ്ട്. നമ്മൾ സ്വന്തമായിട്ട് അഡ്വാൻസ് ടാക്സ് അടയ്ക്കുന്നതാണ് 406 പറയുന്നത്. ഇനി സെക്ഷൻ 407 പറയുന്നത് അസസിങ് ഓഫീസർ ഒരു ഓർഡർ ഇടാണ്, നമ്മൾക്ക് ഒരു ഓർഡർ ഇട്ടിട്ട് പറയാണ് നിങ്ങൾ അഡ്വാൻസ് ടാക്സ് അടയ്ക്കാൻ പറയാണ്. ആ സെക്ഷൻ അപ്പൊ അത് പ്രകാരം നമ്മൾ അഡ്വാൻസ് ടാക്സ് അടയ്ക്കണം.
ഇതെല്ലാം സെക്ഷൻ 209-ലായിരുന്നു. അതിപ്പം സെപ്പറേറ്റ് ചെയ്തിട്ട് 3 സെക്ഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ സെക്ഷൻ 405-ലേക്ക് നമുക്ക് പോവാം. ഫോർ നോട്ട് ഫൈവില് പറയുന്നത് അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ടത് നമുക്ക് എന്താണോ റേറ്റ്, ഫോഴ്സിലുള്ള റേറ്റ്, ഇപ്പൊ നമുക്ക് ഇൻഡിവിജ്വൽ ആണെങ്കിൽ ആളുടെ സ്ലാബ് റേറ്റ് ആണ് ഇപ്പൊ റേറ്റ് ഇൻ ഫോഴ്സ് ആയിട്ട് കണക്കാക്കുക. അത് പ്രകാരമാണ് നമ്മൾ അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ടത്. അതിൽ എന്തൊക്കെ ഡിഡക്ട് ചെയ്യാം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. നമുക്ക് ഡിഡക്ട് ചെയ്യാവുന്നത് നമുക്ക് അഡ്വാൻസ് ടാക്സ്, TDS ഡിഡക്ട് ചെയ്യാം, റിലീഫ് ഡിഡക്ഷൻസ്, TDSന്റെ എമൗണ്ട് ആണ് ഇതിൽ നമുക്ക് ഡിഡക്ട് ചെയ്യാവുന്ന എമൗണ്ട്. ഇതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടാക്സ് പേയബിളിൽ നിന്ന് ഈ TDSന്റെ എമൗണ്ട് ഡിഡക്ട് ചെയ്യുമ്പോൾ ആ പാർട്ടി നമ്മുടെ നിന്ന് കളക്ട് ചെയ്തിട്ട് അടച്ചിട്ടുണ്ടായിരിക്കുന്ന TDS എമൗണ്ട് ആയിരിക്കും. ചില സിറ്റുവേഷനുകളിൽ പലപ്പോഴും ഉണ്ടാവുന്നത് പാർട്ടി നമുക്ക് ഫുൾ എമൗണ്ട് തരും. ഫുൾ എമൗണ്ട് തന്നതിന് ശേഷം അവർ ചിലപ്പോൾ അവർക്ക് ഡിസലവൻസ് ഒഴിവാക്കാൻ വേണ്ടി അവർ കയ്യിൽ നിന്ന് എടുത്തിട്ട് ടാക്സ് അടയ്ക്കും. അങ്ങനത്തെ സിറ്റുവേഷനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് നമ്മളുടെ TDS ക്രെഡിറ്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. അഡ്വാൻസ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് കുറയ്ക്കാനും പറ്റില്ല. നമ്മളുടെ നിന്ന് നമുക്ക് പേ ചെയ്യുന്ന ആള് TDS ഡിഡക്ട് ചെയ്തതിന് ശേഷം അത് അടച്ചിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് നമുക്ക് ടാക്സ് ലയബിലിറ്റിയിൽ നിന്ന് കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടും നമ്മൾ ടാക്സ് അടച്ചാൽ മതി. ഇതാണ് അഡ്വാൻസ് ടാക്സിന്റെ കമ്പ്യൂട്ടേഷൻ പറയുന്നത്. ഇതാണ് ഈ ഒരു ബേസിൽ വേണം നമ്മൾ അഡ്വാൻസ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ അഗ്രികൾച്ചർ ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് അഗ്രികൾച്ചർ ഇൻകം കൂടി കമ്പ്യൂട്ട് ചെയ്തിട്ട് റേറ്റ് പർപ്പസിനെ ആഡ് ചെയ്യുന്ന പോലെ കമ്പ്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ അഡ്വാൻസ് ടാക്സിന്റെ ലയബിലിറ്റിയിൽ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് രണ്ടും ഈ അഡ്വാൻസ് ടാക്സിന്റെ കമ്പ്യൂട്ടേഷന്റെ വർക്കിംഗിൽ വരികയാണ്. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ടാക്സ് പേയബിൾ കണ്ടുപിടിക്കുക. എത്രയാണ് ടാക്സ് പേയബിൾ കണ്ടുപിടിക്കുക. അതിനുശേഷം ഇതിലൊരു ഫോർമുലയാണ് ഉപയോഗിച്ചുള്ളത്. A=B-C. A എന്ന് പറഞ്ഞാൽ എന്താണ്, എമൗണ്ട് ഓഫ് അഡ്വാൻസ് ടാക്സ് പേയബിൾ ഇൻ എ ഫിനാൻഷ്യൽ ഇയർ. B എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ഓൺ സ്പെസിഫൈഡ് സം കാൽക്കുലേറ്റഡ് അറ്റ് ദ റേറ്റ് ഇൻ ഫോഴ്സ് ഇൻ ദ ഫിനാൻഷ്യൽ ഇയർ വേർ ദ സ്പെസിഫൈഡ് സം ഷാൽ ബി ദ മീനിങ് അസൈൻ ടു ഇൻ സെക്ഷൻ 406 ആൻഡ് 407. പിന്നെ C എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ഇൻകം ടാക്സ് വിച്ച് വുഡ് ബി ഡിഡക്റ്റബിൾ ഓർ കളക്റ്റബിൾ. അപ്പൊ TDSഉം TCSഉം അത് രണ്ടും ഡിഡക്ട് ചെയ്തുള്ളതും കളക്ട് ചെയ്തുള്ളതുമാണ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത്. രണ്ടും എമൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞുള്ള എമൗണ്ട് നമ്മൾ അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ട എമൗണ്ട് ആണ്. അപ്പോൾ A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ B-C ആണ്. എത്രയാണോ ടാക്സ് പേയബിൾ ആയിട്ടുള്ളത് അതിൽ നിന്ന് TDSഉം TCSഉം കുറച്ചുള്ള എമൗണ്ടുമ്പോൾ വേണം നമ്മൾ അഡ്വാൻസ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പൊ ആ എമൗണ്ട് ആണ് നമ്മൾ അഡ്വാൻസ് ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടത്. അപ്പൊ TDS ഓൾറെഡി നമ്മൾ ടാക്സ് പേ ചെയ്ത്, അല്ലെങ്കിൽ TCS ഓൾറെഡി നമ്മൾ ടാക്സ് പേ ചെയ്ത പോലെയാണ് കണക്കാക്കുക. TDSO TCSO ഉണ്ടെങ്കിൽ എല്ലാ ഇതിലും നമ്മൾ ഇൻട്രസ്റ്റ് അടക്കം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അറിയാം, എല്ലാ ഇതിലും നമ്മൾ TDSഉം TCSഉം കുറച്ചതിന് ശേഷമുള്ള എമൗണ്ടുമാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടാക്സ് ലയബിലിറ്റിയിലെ ഇൻട്രസ്റ്റിന് വരെ കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കില്ല. നമുക്ക് വേണ്ടി ടാക്സ് അടച്ചുള്ളതാണ്. അതിലെന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ ഡിഡക്ടർ ആണ് അടയ്ക്കേണ്ടത്, നമ്മളല്ല അടയ്ക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ടാക്സ് അടച്ച പോലെ തന്നെയാണ് കണക്കാക്കുക. അത് കഴിഞ്ഞുള്ള എമൗണ്ട് മാത്രമാണ് നമുക്ക് അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുള്ളൂ. ഇനി 406 എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. പേയ്മെന്റ് ഓഫ് അഡ്വാൻസ് ടാക്സ് ബൈ അസസി ഓൺ ഇസ് ഓൺ അക്കൗണ്ട്. നമ്മൾ സ്വന്തമായിട്ട് അഡ്വാൻസ് ടാക്സ് അടയ്ക്കുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 406 പറയുന്നത്. നമ്മൾ സ്വന്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാണ് ഇത്ര എമൗണ്ട് ഇത് പ്രകാരം നമുക്ക് അടയ്ക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എമൗണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് അടയ്ക്കാം. നമുക്ക് അതിനുള്ള പീരീഡും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സെക്ഷൻ 408 പറയുന്നത് എത്ര ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കണം എന്നുള്ളത്. പക്ഷെ കാൽക്കുലേഷൻ നമ്മൾ തന്നെ നടത്താണ്, നമ്മൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാണ്. നമ്മൾക്ക് ഇത്ര പ്രോഫിറ്റ് ഈ കൊല്ലം ഉണ്ടാവും, ബിസിനസ് ആണെങ്കിൽ ഇത്ര പ്രോഫിറ്റ് ഈ കൊല്ലം ഉണ്ടാവും. അല്ലെങ്കിൽ ബിസിനസ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ, സാലറി ഉള്ള ആൾക്കാർ ഓൾറെഡി TDS പിടിച്ചു പോകുമ്പോൾ അഡ്വാൻസ് ടാക്സിന്റെ ലയബിലിറ്റിയിലേക്ക് വരില്ല. പക്ഷെ ബാക്കിയുള്ള ആളുകൾ, നമുക്ക് ബിസിനസ് ഇൻകം, പ്രൊഫഷണൽ ഇൻകം ഉണ്ടെങ്കിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാണ് ഇത്രയാണ് നമ്മളുടെ ഇൻകം, ഇത്ര എമൗണ്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവും. ഈ പ്രോഫിറ്റിന്റെ എമൗണ്ടിന് നമ്മൾ എത്ര അഡ്വാൻസ് ടാക്സ് അടയ്ക്കണം, എത്ര പെർസെന്റേജ് അടയ്ക്കണം നമ്മൾ തീരുമാനിച്ചത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമുക്ക് തന്നെ അടയ്ക്കാം. നമ്മുടെ എസ്റ്റിമേഷന്റെ ബേസ് ചെയ്തിട്ട് അടയ്ക്കാം. അങ്ങനെ ആ എസ്റ്റിമേഷന്റെ ബേസിൽ നമ്മൾ അടയ്ക്കുന്നില്ലെങ്കിൽ മാത്രമാണ് നോർമലി അസസിംഗ് ഓഫീസർ അടുത്ത 407 സെക്ഷൻ പ്രകാരം ഒരു ഓർഡർ ഇട്ട് നമ്മളെ കൊണ്ട് അടപ്പിക്കാം. അത് സെക്ഷൻ 407 പറയുന്നത്. ആ 407 നമുക്ക് നോക്കാം.
ഈ 407 പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കൊരു റെഗുലർ അസസ്മെന്റ് ഏതെങ്കിലും ഒരു കൊല്ലത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് അസസ്മെന്റുകളൊന്നും ഉണ്ടായില്ല, പക്ഷെ ലാസ്റ്റ് ഇയർ നമുക്ക് റെഗുലർ അസസ്മെന്റ് ഉണ്ടായി. ഈ റെഗുലർ അസസ്മെന്റ് ഉണ്ടാകുമ്പോൾ സ്ക്രൂട്ടിനി അസസ്മെന്റ് ആണ് ഈ റെഗുലർ അസസ്മെന്റ് ഉദ്ദേശിക്കുന്നത്. സ്ക്രൂട്ടിനി അസസ്മെന്റ് ഉണ്ടായി. അപ്പൊ അതില് അങ്ങനെ ഉണ്ടായിട്ടുള്ള സമയത്ത് നമ്മളെ ടാക്സ് ഒരു ലയബിലിറ്റി വന്നിട്ടുണ്ട്. ആ ടാക്സ് ലയബിലിറ്റി വന്നതിന്റെ ബേസിൽ ഈ കൊല്ലം അസിംഗ് ഓഫീസർക്ക് തോന്നാണ് ഈ ആൾക്ക് ഈ കൊല്ലം ഇതേപോലെ തന്നെ ടാക്സ് ലയബിലിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് അയാൾ അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ട ആളാണ് എന്നുള്ള ഒരു ഒരു ധാരണ അസിംഗ് ഓഫീസർക്ക് ഉണ്ടെങ്കിൽ അയാൾക്കൊരു ഓർഡർ ഇടാം. നിങ്ങൾ ഈ അഡ്വാൻസ് ടാക്സ് അടയ്ക്കാൻ പറഞ്ഞിട്ട് ഇത്ര ഇൻസ്റ്റാൾമെന്റിൽ നിങ്ങൾ ഇങ്ങനെ അഡ്വാൻസ് ടാക്സ് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡർ ഇടാം. ഈ സെക്ഷൻ 407 പ്രകാരം ആ ഓർഡർ ഇടാം. അതിന് ഓർഡർ ഇടുന്ന ഒരു ലിമിറ്റ് പറയുന്നുണ്ട്. ഫെബ്രുവരി 28-ാം തീയതിക്ക് മുമ്പ് അല്ലെങ്കിൽ 29-ാം തീയതി ഉണ്ടെങ്കിൽ 29 ലാസ്റ്റ് ഡേ ഓഫ് ഫെബ്രുവരി അതിന് മുമ്പായിട്ട് ആ ഓർഡർ ഇട്ടുണ്ടായിരിക്കണം അസിംഗ് ഓഫീസർ. നമ്മുടെ അടുത്ത് അഡ്വാൻസ് ടാക്സ് അടയ്ക്കാൻ പറയുന്ന ഓർഡർ ലാസ്റ്റ് ഡേ ഓഫ് ഫെബ്രുവരി മുമ്പായിട്ട് ആ ഓർഡർ ഇട്ടുണ്ടായിരിക്കണം. അങ്ങനെ അതോടുകൂടി തന്നെ ഒരു ഡിമാൻഡ് നോട്ടീസും കൂടി റേസ് ചെയ്യും. ഇതിന്റെ ഈ ഓർഡറിന്റെ കൂടെ തന്നെ അതിന് ഡിമാൻഡ് നോട്ടീസും കൂടി അടയ്ക്കാനുള്ളതിന്റെ ഒരു ഡിമാൻഡ് നോട്ടീസും കൂടി ഡെപ്യൂട്ടി നമുക്ക് അതിന്റെ കൂടെ തന്നെ അയക്കും. ഇനി ആ ഒരു സമയത്ത് ഇപ്പൊ നമ്മളിപ്പോ ഈ ഓർഡർ ഇട്ടതിന് ശേഷം അല്ലെങ്കിൽ ഇപ്പൊ ഫെബ്രുവരിക്ക് മുമ്പായിട്ട് നമുക്ക് ഇതിന് മുമ്പായിട്ട് നമുക്കൊരു ഓർഡർ ആൾ തന്നിട്ടുണ്ട്. ഈ 28 ഫെബ്രുവരിക്ക് മുമ്പായിട്ട് ഒരു ഓർഡർ തന്നിട്ടുണ്ട്. പക്ഷെ സബ്സിക്വന്റ് ആയിട്ട് നമ്മളൊരു അസസ്മെന്റ് കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ വേറെ ഇതിനേക്കാൾ കൂടുതൽ ഇൻകം കാണിച്ചിട്ട് നമ്മൾ ഒരു റിട്ടേണും ഫയൽ ചെയ്തിട്ടുണ്ട് വേറെ കൊല്ലത്തിൽ. അങ്ങനത്തെ സിറ്റുവേഷനിൽ ആൾക്ക് വേണമെങ്കിൽ റിവൈസ് ചെയ്യാം. റിവൈസ് ചെയ്തിട്ട് നമുക്ക് കൂടുതലായിട്ടുള്ള എമൗണ്ട് അടയ്ക്കാൻ പറയാം. അപ്പൊ കൂടുതലായിട്ടുള്ള അതിനും അത് പറയാനും ഉള്ള ഒരു സമയമുണ്ട്. ഈ ഓർഡറിന് അമെൻഡ് ചെയ്യാനുള്ള ഒരു സമയം അവർ പറയുന്നത് മാർച്ച് 1 വരെ പറ്റുള്ളൂ. മാർച്ച് 1 ഉള്ളിൽ ഇത് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത് അമെൻഡ് ചെയ്തിട്ട് കൂടുതൽ അടയ്ക്കണമെങ്കിൽ നമ്മുടെ അടുത്ത് കൂടുതൽ അടയ്ക്കാനും കൂടിയിട്ട് അവർക്ക് പറയാനുള്ള അധികാരമുണ്ട്. ഇനി ചിലപ്പോ നമുക്ക് തോന്നാം, ഇപ്പൊ ഇങ്ങനെ ഒരു അസിംഗ് ഓഫീസർ ഓർഡർ ഇട്ടതിന് ശേഷം അസസിക്ക് തോന്നാണ് എനിക്ക് ഈ കൊല്ലത്തിൽ, കഴിഞ്ഞ കൊല്ലത്തിൽ ശരിയാണ് എനിക്ക് ഇത്രയും ടാക്സബിളിംഗ് ഉണ്ടായിരുന്നു, പക്ഷെ ഈ കൊല്ലത്തിൽ എനിക്ക് അത്രയും ടാക്സബിളിംഗ് ഇല്ല, അപ്പൊ ഞാൻ അത്രയും ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അതാണ് എന്റെ ഇന്റർപ്രിട്ടേഷൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഒരു ഫോം ഫയൽ ചെയ്യും. അവിടേക്ക് 142 എന്ന് പറഞ്ഞിട്ട് ഒരു ഫോം, ഒരു ഇന്റിമേഷൻ അസിംഗ് ഓഫീസർക്ക് കൊടുക്കും. എനിക്ക് ഇത്ര ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ഇത്ര അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ, അത് പ്രകാരം ഞാൻ അടയ്ക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോമിൽ 152 നമ്മളൊരു ഇന്റിമേഷൻ കൊടുക്കും. മുമ്പ് അത് 28A എന്ന് പറഞ്ഞുള്ള ഒരു ഫോം ആയിരുന്നു. ആ ഇന്റിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഇന്റിമേഷൻ പ്രകാരം ആ ഇൻസ്റ്റാൾമെന്റിൽ നമ്മൾ ടാക്സ് അടച്ചാൽ മതി. അസിംഗ് ഓഫീസർ പറഞ്ഞിട്ടുള്ള ഇതിൽ. പക്ഷെ നമ്മൾ ആ ഇന്റിമേഷൻ കൊടുത്തതിന് ശേഷം മാത്രമാണ് നമുക്കത് കുറയ്ക്കാനുള്ള അധികാരമുള്ളൂ. ഇങ്ങനെ ഒരു ഓർഡർ അസിംഗ് ഓഫീസർ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഇന്റിമേഷൻ കൊടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് കുറവ് അഡ്വാൻസ് ടാക്സ് അടയ്ക്കാനുള്ള അധികാരമുള്ളൂ. അല്ലാണ്ട് നമുക്ക് കുറവ് അഡ്വാൻസ് ടാക്സ് അടയ്ക്കാൻ പാടില്ല. അടുത്തത് നമുക്ക് സെക്ഷൻ 408 ആണ്. അത് ഇൻസ്റ്റാൾമെന്റ് ഓഫ് അഡ്വാൻസ് ടാക്സ് ആൻഡ് ഡ്യൂ ഡേറ്റ്സ് ആണ്. സെക്ഷൻ 2 ലെവലിലായിരുന്നു പറഞ്ഞിരുന്നത് ഇൻസ്റ്റാൾമെന്റ്സ് ഓഫ് അഡ്വാൻസ് ടാക്സ് ആൻഡ് ഡ്യൂ ഡേറ്റ്സ്. ഇതിപ്പോ സെക്ഷൻ 408 ഇപ്പോ പുതിയ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അത് കവർ ചെയ്യുന്നത്. ഒരു വ്യത്യാസവും ഇല്ല, നമുക്ക് പഴയ ഇതിൽ നിന്ന് ഒരു വ്യത്യാസം ഇതിൽ വന്നിട്ടില്ല. ഡേറ്റുകളിൽ 15th ജൂണിന് മുമ്പായിട്ട് നമ്മൾ 15% ടാക്സിന്റെ അഡ്വാൻസ് ടാക്സ് അടച്ചിരിക്കണം. എമൗണ്ട് പേയബിൾ, ടോട്ടൽ എമൗണ്ട് പേയബിളിന്റെ 15% നമ്മൾ 15th ജൂണിന് മുമ്പായിട്ട്, ഇതെല്ലാ അസസികളും പ്രിസംറ്റീവ് ടാക്സേഷൻ അല്ലാത്ത എല്ലാ അസസികളും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അഡ്വാൻസ് ടാക്സ് ലയബിലിറ്റി ഉള്ള എല്ലാവരും, അപ്പൊ 60 വയസ്സിന് മീതിയുള്ള ബിസിനസ് ഇൻകം ഇല്ലാത്ത എല്ലാ അസസീസും പ്രിസംറ്റീവ് ടാക്സേഷൻ ഓപ്റ്റ് ചെയ്യാത്ത ആളുകളും ഈ ഷെഡ്യൂൾ പ്രകാരം അഡ്വാൻസ് ടാക്സ് നിർബന്ധമായിട്ടും അടച്ചിട്ടുണ്ടാവണം. ഇത് അടച്ചിട്ടില്ലെങ്കിൽ ഇൻട്രസ്റ്റ് വരാം. അതുപോലെ തന്നെ അസിംഗ് ഓഫീസർ നമ്മളിത് അഡ്വാൻസ് അടയ്ക്കാൻ പറഞ്ഞിട്ടുള്ള ഓർഡർ ഇടാം. ഇതൊക്കെയും വരാവുന്നതാണ്. അപ്പൊ 4 ഡേറ്റ് ആണ് പറയുന്നത്: 15th ജൂൺ, 15th സെപ്റ്റംബർ, 15th ഡിസംബർ, 15th മാർച്ച്. 15% ആയിട്ട് ഇപ്പൊ 15th ജൂണിന് മുമ്പായിട്ട് നമ്മൾ 15% അഡ്വാൻസ് ടാക്സ് അടയ്ക്കണം. ഇനി 15th സെപ്റ്റംബർ മുമ്പായിട്ട് എത്രയാണ് അടയ്ക്കേണ്ടത്? 45% നമ്മൾ അടച്ചിട്ടുണ്ടായിരിക്കണം. ഇനി ഡിസംബർ 15th മുമ്പായിട്ട് നമ്മൾ 75% അടച്ചിട്ടുണ്ടാവണം.
മാർച്ച് 15 മുമ്പായിട്ട് നമ്മൾ ടോട്ടൽ എമൗണ്ട് നമ്മൾ എത്രയാണോ എസ്റ്റിമേറ്റ് ചെയ്തത് അതിന്റെ ടോട്ടൽ എമൗണ്ട് നമ്മൾ അടച്ചിട്ടുണ്ടായിരിക്കണം. ഇനി പ്രിസംപ്റ്റീവ് ബേസിലുള്ള ആളുകളാണെങ്കിൽ ഒരു ഇൻസ്റ്റാൾമെന്റ് അപ്ലിക്കബിൾ ആവുള്ളൂ. 15 മാർച്ച് തന്നെയാണ്. അത് മുമ്പ് അങ്ങനെ തന്നെയായിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മൾ ചിലപ്പോ നമുക്കൊരു തോന്നൽ വരും, ഇപ്പൊ 15 തീയതി കഴിഞ്ഞല്ലോ, മാർച്ച് 15 കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ അഡ്വാൻസ് ടാക്സ് അടച്ചിട്ട് എന്താ കാര്യം, അങ്ങനെ ചിലപ്പോൾ തോന്നുന്നുള്ളൂ. പക്ഷെ അങ്ങനെയല്ല. 31 മാർച്ചിന്റെ ഉള്ളില് നമ്മൾ എന്ത് പേയ്മെന്റ് നടത്തിയാലും അത് അഡ്വാൻസ് ടാക്സ് ആയിട്ട് തന്നെയാണ് കണക്കാക്കാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം അസസ്ഡ് ടാക്സ് മൈനസ് അഡ്വാൻസ് ടാക്സ് ആണ് നമ്മൾ ഇൻട്രസ്റ്റിന് പലയിടത്തും കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് അഡ്വാൻസ് ടാക്സ് കുറയ്ക്കണമെങ്കിൽ മാർച്ച് 31 ഉള്ളിലെങ്കിലും അടയ്ക്കണം. അപ്പൊ മാർച്ച് 15 ഉള്ളിൽ നിങ്ങൾ അടയ്ക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലും നമ്മൾ അസസിയുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻസിന്റെ അടുത്ത് പറയേണ്ടത് നിങ്ങൾ മാർച്ച് 31 ഉള്ളിൽ അടച്ചു. അപ്പൊ എത്രയും ഇൻട്രസ്റ്റ് നമുക്ക് കുറയ്ക്കാമെന്ന് വെച്ചാൽ അത് അഡ്വാൻസ് ടാക്സ് ആയിട്ട് തന്നെയാണ് കണക്കാക്കാം. പക്ഷെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഇപ്പൊ 234 സി പോലെയുള്ള സെക്ഷനിൽ 425 ആണെന്നാണ് എന്റെ ഓർമ്മ. ആ സെക്ഷനിലൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ എമൗണ്ടുകൾ 15 വരെയുള്ളത് കുറയ്ക്കാൻ പറ്റുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ 31 മാർച്ച് വരെയുള്ള ഇപ്പൊ 234 ബി പോലെയുള്ള സെക്ഷനിൽ അതിലൊക്കെ നമുക്ക് ടോട്ടൽ അഡ്വാൻസ് ടാക്സ് കുറയ്ക്കാം. അപ്പോൾ 15 മാർച്ച് വിട്ടുപോയിട്ടുണ്ടെങ്കിലും പാർട്ടിയുടെ അടുത്ത് പറയാം നിങ്ങൾ 31 മാർച്ചിന്റെ ഉള്ളിലെങ്കിലും അടച്ചു കഴിഞ്ഞാൽ അത് അഡ്വാൻസ് ടാക്സ് ആയിട്ട് തന്നെ കണക്കാക്കും. അപ്പൊ ഇൻട്രസ്റ്റിൽ ചെറിയൊരു കുറവ് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ 407 409 പറയുന്നത് സെക്ഷൻ 409 പറയുന്നത് വെൻ അസസി ഈസ് ഡീംഡ് ടു ബി ഡിഫോൾട്ട്. ഇനി കറസ്പോണ്ടിങ് സെക്ഷൻ 218 ആണ്. എപ്പോഴാണ് അസസീനെ ഒരു ഡിഫോൾട്ട് ചെയ്തുള്ള ഒരു അസസി ആയിട്ട് കണക്കാക്കുക എന്നുള്ളതാണ് ഈ സെക്ഷൻ 409 പറയുന്നത്. ഇതിൽ 3 സിനാരിയോ ആണ് ഇതിൽ കവർ ചെയ്യുന്നത്. ഒരു അസസി അഡ്വാൻസ് ടാക്സ് അടച്ചില്ല, ആൾ അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ട ആളാണ്. ഒന്നുമില്ല, അസസിംഗ് ഓഫീസറുടെ ഓർഡർ പ്രകാരമോ അല്ലെങ്കിൽ നമ്മൾ സെൽഫ് ആയിട്ടുള്ളത് പ്രകാരം അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ട ആളാണെങ്കിൽ ആൾ അടച്ചിട്ടില്ലെങ്കിൽ ആളുടെ അസസിംഗ് ഡിഫോൾട്ട് ആയിട്ട് കണക്കാക്കും. ഇനി നമുക്ക് ഒരു ഓർഡർ അസസിംഗ് ഓഫീസർ ഒരു ഓർഡർ തന്നിട്ടുണ്ട്. ആ ഓർഡർ പ്രകാരം നമ്മൾ അടയ്ക്കാതെ നമ്മൾ ഇന്റിമേഷനും കൊടുത്തില്ല ആൾക്ക്. ആ 152 ഫോമിൽ ഇന്റിമേഷനും നമ്മൾ കൊടുത്തില്ല ലോവർ പേയ്മെന്റിന് വേണ്ടിയിട്ട്. അപ്പോഴും നമ്മൾ അസസിംഗ് ഡിഫോൾട്ട് ആയിട്ട് കണക്കാക്കും. നമ്മളുടെ ഓൺ എസ്റ്റിമേറ്റ് പ്രകാരം നമ്മൾ അടച്ചിട്ടില്ലെങ്കിലും അസസിംഗ് ഡിഫോൾട്ട് ആണ്. അപ്പോൾ ഇത് മൂന്നും അസസിംഗ് ഡിഫോൾട്ട് എന്നുള്ള കാറ്റഗറിയിലാണ് പെടുക. ആദ്യം നമ്മൾ സ്വന്തമായിട്ട് എസ്റ്റിമേറ്റ് ചെയ്തിട്ട് അടച്ചിട്ടില്ല, അത് അസസിംഗ് ഡിഫോൾട്ട് ആണ്. ഇനി അസസിംഗ് ഓഫീസർ ഒരു ഓർഡർ ഇട്ടു, നിങ്ങൾ അടയ്ക്കാൻ പറഞ്ഞിട്ട് അടച്ചു, നമ്മളത് അതും അടച്ചില്ല, നമ്മൾ അതിനൊക്കെ കുറവാന്ന് പറഞ്ഞിട്ട് ഒരു ഫോമും കൊടുത്തില്ല, 152 ഫോമും കൊടുത്തില്ല അസസിംഗ് ഓഫീസർക്ക്. അങ്ങനെയാണെങ്കിലും നമ്മൾ അസസിംഗ് ഡിഫോൾട്ട് ആയിട്ടാണ് കണക്കാക്കുക. അസസിംഗ് ഡിഫോൾട്ട് ആയിട്ട് കണക്കാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇംപ്ലിക്കേഷൻസും കൂടി പിന്നീടുള്ള സെക്ഷൻസിൽ പറയും. ചിലപ്പോൾ റിക്കവറിയിലേക്ക് ഇവിടെ പറയുന്ന റിക്കവറി മെക്കാനിസത്തിൽ പറയില്ലെങ്കിലും അവർക്ക് അതർ മോഡ്സിൽ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അവർക്ക് ബാങ്ക് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം, ആ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അസസിംഗ് ഡിഫോൾട്ടിന്റെ ഉള്ളിലേക്ക് പോവാതെ നമ്മൾ നോക്കണം. അപ്പൊ നമ്മൾ ഒരു അസിംഗ് ഓഫീസർ ഓർഡർ തന്ന് മിണ്ടാതിരിക്കരുത്. അതിന് അഗെയിൻസ്റ്റ് നമ്മൾ കുറവാണെങ്കിൽ ഈ ഫോം 152 നമ്മൾ അപ്ലിക്കേഷൻ ഇന്റിമേഷൻ കൊടുത്തിട്ട് കുറവുള്ള എമൗണ്ടെങ്കിലും അടയ്ക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ വേണം നമ്മൾ ക്ലയന്റിനെ അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി സെക്ഷൻ 410 ആണ് ക്രെഡിറ്റ് ഫോർ അഡ്വാൻസ് ടാക്സ്. ഈ സെക്ഷൻ 410 കറസ്പോണ്ടിങ് ആയ സെക്ഷൻ 219 ആണ്. അപ്പൊ ഈ അഡ്വാൻസ് ടാക്സിന് എങ്ങനെയാണ് നമുക്ക് ക്രെഡിറ്റ് തരുന്നത് ഡിപ്പാർട്ട്മെന്റ്? നമ്മൾ അടച്ച അഡ്വാൻസ് ടാക്സ് തന്നെയാണ്, അതിന് ക്രെഡിറ്റ് എങ്ങനെ തരുന്നത് എന്നുള്ളതാണ് സെക്ഷൻ 410 പറയുന്നത്. അഡ്വാൻസ് ടാക്സ് അടച്ചത് നമ്മൾ ടാക്സ് പേ ചെയ്ത പോലെ തന്നെയാണ് കണക്കാക്കാം. ഏത് കൊല്ലത്തേക്കാണ് അടച്ചുള്ളത് ആ കൊല്ലത്തേക്ക് വേണ്ടിയിട്ട് ടാക്സ് പേ ചെയ്ത പോലെ തന്നെ കണക്കാക്കാം. ഇനിയിപ്പോ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റോ പെനാൽറ്റിയോ നമ്മുടെ റിക്കവർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അപ്പൊ ആ എമൗണ്ടിന്റെ അത്രയ്ക്ക് എമൗണ്ട് വേണമെങ്കിൽ കുറയ്ക്കാനുള്ള അധികാരമുണ്ട്. അത് കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് മാത്രമേ ടാക്സിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ആ കൊല്ലത്തിൽ നമുക്ക് വേറെ എന്തെങ്കിലും പെനാൽറ്റി ഇൻട്രസ്റ്റോ വരുന്നുണ്ടെങ്കിൽ
ആ എമൗണ്ട് ആദ്യം അഡ്ജസ്റ്റ് ചെയ്യും, ബാക്കിയുള്ള എമൗണ്ട് മാത്രമേ ടാക്സിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ ക്രെഡിറ്റ്, അങ്ങനെയാണ് ക്രെഡിറ്റ് തരാം. അപ്പൊ അഡ്വാൻസ് ടാക്സ് അടച്ച് നമുക്ക് മുഴുവനായിട്ട് ടാക്സിലേക്ക് വേറെ ഇൻട്രസ്റ്റോ പെനാൽറ്റി ഒന്നും ഇല്ലെങ്കിൽ മുഴുവനായിട്ട് നമുക്ക് ടാക്സിലേക്ക് സെറ്റ് ഓഫ് ചെയ്യാം. ഇനി അതല്ല, പെനാൽറ്റി ഇൻട്രസ്റ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം പെനാൽറ്റി ഇൻട്രസ്റ്റിലേക്ക് എമൗണ്ട് മാറ്റിയിട്ട് ബാക്കിയുള്ള എമൗണ്ട് മാത്രമാണ് നമുക്ക് നമ്മുടെ ടാക്സ് പേയബിളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ അലവ് ചെയ്യുള്ളൂ. അതാണ് സെക്ഷൻ 410 കവർ ചെയ്യുന്നത്. ഇപ്പൊ 410 വരെയാണ് നമുക്ക് ഇപ്പോ ഈ സെക്ഷൻ പാർട്ട് സി വരുന്ന അഡ്വാൻസ് ടാക്സ് പേയ്മെന്റ് വരുന്നത്. ഇനി 411 തൊട്ടിട്ട് നമുക്ക് കളക്ഷൻ ആൻഡ് റിക്കവറിയുടെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതിൽ നേരത്തെ പറഞ്ഞിരുന്ന അസസീൻ ഡിഫോൾട്ടിന്റെ കാര്യം പറയുന്നത്, പക്ഷെ ഇവിടെ പറയുന്ന അസസീൻ ഡിഫോൾട്ട് അഡ്വാൻസ് ടാക്സിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള അസസീൻ ഡിഫോൾട്ടിന്റെ കാര്യമല്ല സെക്ഷൻ 411 പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ഡിമാൻഡ് അസസ്മെന്റിനോട് റിലേറ്റഡ് ആയിട്ടുള്ള വല്ല ഡിമാൻഡ് വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ 143(1) ഇന്റിമേഷൻ വരുന്ന പോലെ 279(1) പ്രകാരം നമുക്കൊരു ഇന്റിമേഷൻ വരാണെങ്കിൽ അപ്പോഴൊക്കെയാണ് നമുക്ക് എങ്ങനെയാണ് അസസീൻ ഡിഫോൾട്ട് ആവുന്നത്, എങ്ങനെ റിക്കവർ ചെയ്യാം എന്നുള്ള മെക്കാനിസം ഒക്കെയാണ് ഈ സെക്ഷൻ 411 പറയുന്നത്. 411 കറസ്പോണ്ടിങ് സെക്ഷൻ 220 ആയിരുന്നു. 220യിലും ഇതേ സിമിലർ ആയിട്ടുള്ള പ്രൊവിഷൻസ് ചെയ്യണ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും അതിൻ്റെ ഉള്ളിലില്ല. അപ്പൊ 411 നമുക്കൊന്ന് എന്തൊക്കെയുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഇത് പാർട്ട് ഡി ആണ്, കളക്ഷൻ ആൻഡ് റിക്കവറി ആണ്. അപ്പൊ ഓൾറെഡി നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്തുള്ള ടാക്സ് പേയബിളുകൾ കളക്ട് ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ റിക്കവറി മെക്കാനിസം ആണ് ഈ പാർട്ടിൽ പറയുന്നത്. ഇപ്പോ അഡ്വാൻസ് ടാക്സിന്റെ റിലേറ്റഡ് അല്ലാത്ത ഇനി ഇവിടെ പറഞ്ഞുള്ള എനി എമൗണ്ട് അതർ ദാൻ ബൈ വേ ഓഫ് അഡ്വാൻസ് ടാക്സ് സ്പെസിഫൈഡ് ആസ് പേയബിൾ ഇൻ എ നോട്ടീസ് ഓഫ് ഡിമാൻഡ്. അപ്പൊ ഒരു നോട്ടീസ് ഓഫ് ഡിമാൻഡ് ഉണ്ടാവണം. ഈ അണ്ടർ സെക്ഷൻ 289 എന്ന് പറയുന്നത് പഴയ സെക്ഷൻ 156 ആണ്. നിങ്ങൾ അസസ്മെന്റ് ഓർഡറിന്റെ കൂടെയും ഒരു 156 ഡിമാൻഡ് നോട്ടീസ് കാണാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെക്ഷൻ ആണ് 289. ഇപ്പൊ നോർമലി ഈ നോട്ടീസ് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴാണ് ടാക്സ് പേ ചെയ്യേണ്ടത്? വിത്തിൻ 30 ഡേയ്സിന്റെ ഉള്ളിൽ നമ്മൾ പേ ചെയ്തിട്ടുണ്ടാവണം. അതിന്റെ ഉള്ളിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും, ഈ ഡിമാൻഡ് നോട്ടീസിൽ തന്നെ ഉള്ളിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും വിത്തിൻ 30 ഡേയ്സിന്റെ ഉള്ളിൽ നിങ്ങൾ പേയ്മെന്റ് നടത്തുന്നുള്ളത്. ഇനി ചില സിറ്റുവേഷനിൽ ജോയിന്റ് കമ്മീഷണറുടെ പ്രീവിയസ് അപ്രൂവലോട് കൂടി മാത്രമേ പറ്റുള്ളൂ. അസസിംഗ് ഓഫീസർക്ക് തോന്നാണ് ഇയാൾക്ക് ഇത്രയും സമയം കൊടുക്കണ്ട, ഇയാൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിക്കവർ ചെയ്യാനുള്ള ചാൻസസ് കുറവാണെന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ 30 ദിവസം കുറവുള്ള ദിവസം നമുക്ക് വേണമെങ്കിൽ അസിംഗ് ഓഫീസർക്ക് പറയാം, ആളുടെ നോട്ടീസിൽ പറയാം. നോർമലി 30 ഡേയ്സ് ആണ് പറയാം. ഇപ്പൊ എന്തെങ്കിലും ഒരു റിസ്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഡിപ്പാർട്ട്മെന്റിൽ, അസിംഗ് ഓഫീസർക്ക് തോന്നുന്നുണ്ട് ഇയാളെ നിന്ന് ഈ എമൗണ്ട് കിട്ടാനുള്ള സാധ്യത എന്തെങ്കിലും കാരണം കൊണ്ട് കുറവ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഈ എമൗണ്ട് അതിനേക്കാൾ മുമ്പായിട്ട് അടയ്ക്കാൻ പറഞ്ഞിട്ട് ഇപ്പൊ 10 ദിവസമോ 15 ദിവസമോ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലോ അടയ്ക്കാൻ പറഞ്ഞിട്ട് വേണമെങ്കിൽ നോട്ടീസ് ഇടാനുള്ള അധികാരമുണ്ട്. ഇനിയിപ്പോ ചില കേസുകളിൽ നമ്മൾ അപ്പീൽ പോകും. അപ്പീൽ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിലും ആ ഡിമാൻഡ് അപ്പീൽ ഡിസ്പോസ് ചെയ്യുന്നവരെ വാലിഡ് ആയിരിക്കും. അപ്പീൽ പ്രൊസീഡിങ്സ് ക്ലിയർ ചെയ്യുന്നവരെ ആ ഡിമാൻഡ് വാലിഡ് ആയിരിക്കും. അത് ഒരു ടെമ്പററി സ്റ്റേ പോലെ നമുക്ക് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാം. അത് സ്റ്റേയുടെ ഭാഗത്ത് പറയുന്നുണ്ട്. ഇവിടെ ഈ സെക്ഷനിൽ തന്നെ നമുക്ക് അസിംഗ് ഓഫീസർ എടുത്തുനിന്ന് സ്റ്റേ മേടിക്കാനുള്ള ഒരു പ്രൊവിഷനും കൂടി നമുക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇത് അസിംഗ് ഓഫീസർക്ക് ഒരു ഡിമാൻഡ് ഇട്ട് കഴിഞ്ഞാൽ അപ്പീൽ നമ്മൾ ഫയൽ ചെയ്താലും ആ ഡിമാൻഡ് അവിടെ നിൽക്കും. അപ്പീൽ ഫയൽ ചെയ്ത് ഡിമാൻഡ് അങ്ങനെ തന്നെ പോവില്ല. അപ്പീൽ ഡിസ്പോസ് ചെയ്ത് ഫൈനലി ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ആ ഡിമാൻഡ് ഒന്നുപോലെ റീവർക്ക് ചെയ്യും, അല്ലെങ്കിൽ ആ ഡിമാൻഡ് ഫുൾ ആയിട്ട് ഇല്ലാതാവും, അല്ലെങ്കിൽ അത് കൺഫേം ചെയ്യും. അപ്പൊ കൺഫേം ആയി കഴിഞ്ഞാൽ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യും. അപ്പൊ നമുക്ക് അപ്പീൽ ഉള്ള സിറ്റുവേഷനിൽ നമുക്ക് ഡിമാൻഡ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അവർക്ക് വേണമെങ്കിൽ റിക്കവറി നടത്താം. ആ റിക്കവറി നടത്താണ്ടിരിക്കുകയാണ് പലപ്പോഴും നമ്മൾ സ്റ്റേക്ക് വേണ്ടിയിട്ട് അസിംഗ് ഓഫീസർ എടുത്ത് പോകും, ഇല്ലെങ്കിൽ നമ്മൾ അപ്പീൽ കമ്മീഷണർ എടുത്ത് സ്റ്റേക്ക് വേണ്ടിയിട്ട് ഫയൽ ചെയ്യും. അപ്പീൽ കമ്മീഷണർക്കും സ്റ്റേ പെറ്റീഷൻ ആക്സെപ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പീൽ കമ്മീഷണർ ഒരു ക്വാസി ജുഡീഷ്യൽ ഒരു പവർ ഉള്ളതാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലുള്ളതല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 20% ഒരു ലിമിറ്റ് ഉണ്ട്. നമുക്ക് 20% അടച്ചാലേ സ്റ്റേ തരുള്ളൂ എന്നുള്ളത് അസിംഗ് ഓഫീസർ പറയും. അപ്പൊ ആ ലിമിറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കലി കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സ് അപ്പീലിന് ബാധകമല്ല. ആള് ക്വാസി ജുഡീഷ്യൽ അതോറിറ്റി ആയതുകൊണ്ട് കുറച്ച് അതിന് ബാധകമല്ലാന്നുകൊണ്ട് ഒരുപാട് കോർട്ട് ഡിസിഷൻസ് ഉണ്ട്. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് നമ്മളിപ്പോ പലരും ചെയ്യുന്ന കാര്യം കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സ് അപ്പീൽസിന്
ഒരു സ്റ്റേ പെറ്റീഷൻ ഫയൽ ചെയ്തിടുക എന്നുള്ളതാണ് റിക്കവറി. അതൊരു ഫുള്ളി സ്റ്റേ അല്ലെങ്കിലും നമുക്ക് നാളെ എന്തെങ്കിലും റിക്കവറി പ്രൊസീഡിങ്സ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു തടിയുണ്ട്, നമുക്കൊരു റിട്ട് ഫയൽ ചെയ്യാം ഹൈക്കോർട്ടിൽ. എന്നിട്ട് ഈ സ്റ്റേ പെറ്റീഷൻ ഡിസ്പോസ് ചെയ്യുന്നവരെ റിക്കവറി തുടങ്ങരുത് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ അപ്പോൾ ആദ്യം CIT അപ്പീലിന്റെ അടുത്ത് റിക്കവറി ഈ സ്റ്റേ പെറ്റീഷൻ ഡിസ്പോസ് ചെയ്യാൻ ഹൈക്കോടതി ഡയറക്ഷൻ കൊടുക്കാറ്. അപ്പൊ നമുക്ക് കുറേ കൂടി ഒരു ഇംപ്ലോയിഡ് സ്റ്റേ എന്ന് പറയാൻ പോകുന്നത് അതിന്റെ ക്ലിയർ ഒരു സ്റ്റേ അല്ല. 20% അടച്ച് നമുക്ക് സ്റ്റേക്ക് അപ്ലൈ ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ ക്ലിയർ സ്റ്റേ ആണ്. പക്ഷെ ആ സ്റ്റേ ഓർഡർ തന്നെ പലതും കാണുമ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റീഫണ്ട് ഉണ്ടെങ്കിൽ അത് അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയും. അപ്പൊ പലപ്പോഴും ആ റീഫണ്ട് അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ് ചെയ്യാറ്. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് റീഫണ്ട് കിട്ടാറില്ല. ഇനി നമുക്ക് ആ ഡിമാൻഡ് ഈ 30 ദിവസത്തിനുള്ളിൽ അടച്ചില്ലെങ്കിൽ എന്തുണ്ടാവാ? ഈ 30 ദിവസത്തിനുള്ളിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഈ ഡിമാൻഡ് അടച്ചില്ലെങ്കിൽ 1% ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാവുന്നതാണ് ഓരോ മാസത്തേക്കും. ഓരോ മാസത്തേക്കും 1%. ഇപ്പം ഇയർലി നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 12% നമുക്ക് എമൗണ്ട് ഇൻട്രസ്റ്റ് അഡീഷണൽ ആയിട്ട് ചാർജ് ചെയ്യാം. ഈ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഏത് ഡേറ്റിലാണോ നമ്മളുടെ ഈ 30 ദിവസം കഴിയുന്നത് ആ ഡേറ്റ് തൊട്ടിട്ടാണ് ഈ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് അവസാനിക്കുന്നത് നമുക്ക് ഏത് ഡേറ്റിലാണ് നമ്മൾ പേ ചെയ്യുന്നത് ആ ഡേറ്റ് വരെയാണ് അത് ഉണ്ടാവുക. ആ ഡേറ്റ് വരെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി ഇൻട്രസ്റ്റ് നമ്മൾ ഓൾറെഡി TDSഉം TCSന്റെ പ്രൊവിഷൻസ് പ്രകാരം അടച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത് ഇതിന് ഒരു TDSന്റെ ഇതില് വീണ്ടും എടുക്കേണ്ട ആവശ്യമില്ല. അത് അവിടെ കവർ ചെയ്ത് പോയത് ആയതുകൊണ്ട് നമുക്ക് ഇവിടത്തെ ഡിമാൻഡിൽ അത് കവർ ചെയ്യില്ല. പിന്നെ അസസിംഗ് ഓഫീസർക്ക് ഇതിൽ കുറെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഡിസ്ക്രിപ്ഷൻ എന്താ പറയുന്നത്? ഇവർക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അതാണ് പലരും നമുക്ക് ഇൻസ്റ്റാൾമെന്റ് പോയിട്ട് അസസിംഗ് ഓഫീസറുടെ അടുത്ത് പോവാറ്. പക്ഷെ അതിലൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. ഇതിന്റെ ഈ ഡിമാൻഡ് നോട്ടീസിൽ പറഞ്ഞുള്ള പീരീഡിന്റെ ഉള്ളിൽ 30 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഷോർട്ടർ നോട്ടീസ് ആണ് അസിംഗ് ഓഫീസർ കൊടുത്തിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഷോർട്ടർ നോട്ടീസിന്റെ ഉള്ളിൽ നമ്മൾ ഇവിടെ ചെല്ലണം. അസിംഗ് ഓഫീസർ അടുത്ത് ചെന്നിട്ട് അത് ഇൻസ്റ്റാൾമെന്റ് ആക്കി മാറ്റണം. അപ്പൊ ഇൻസ്റ്റാൾമെന്റ് ആക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കുറെ കൂടി അടയ്ക്കാൻ സുഖമുണ്ട്. അപ്പൊ ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് ആ ഡേറ്റിന് മുമ്പായിട്ട് അസിംഗ് ഓഫീസർ എടുത്ത് അപ്രോച്ച് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോ എന്തെങ്കിലും അപ്പലറ്റ് പ്രൊസീഡിങ്സിന്റെ ഭാഗമായിട്ട് ഒരു അപ്പീലിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും എമൗണ്ടുകളിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ എക്സസ് ആയിട്ട് എന്തെങ്കിലും അടച്ചിട്ടില്ലെങ്കിൽ ഇൻട്രസ്റ്റോ കാര്യങ്ങളോ അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു മേടിക്കാവുന്നതാണ്, നമുക്ക് തിരിച്ച് കിട്ടുന്നതാണ്. ഇനി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഇൻട്രസ്റ്റിൽ നമ്മളിപ്പോ ഒരു ഡിമാൻഡ് വന്നു, അതിൽ വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഇൻട്രസ്റ്റ് നോർമലി ഓട്ടോമാറ്റിക് ആണ്. ഈ 424, 425 ആ സെക്ഷനുകളിൽ വരുന്ന ഇൻട്രസ്റ്റുകൾ മുഴുവൻ ഓട്ടോമാറ്റിക് ആണ്. ആ ഇൻട്രസ്റ്റ് എന്തായാലും വരും. അസിംഗ് ഓഫീസർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല അത്. അപ്പൊ നമുക്ക് അതിൽ എന്തെങ്കിലും ഒരു റിലീഫ് കിട്ടാനുള്ള വഴിയുണ്ടോ? അപ്പൊ റിലീഫ് 423, 424, 425 ഈ 3 സെക്ഷനിലും ഇൻട്രസ്റ്റ് വരുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന കാര്യമാണ്. പക്ഷെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ നമുക്കൊരു നാച്ചുറൽ ആയിട്ട് നമുക്കൊരു ഒരു അടയ്ക്കുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. നമുക്കത് അപ്പൊ അടയ്ക്കാൻ പറ്റാത്ത ഒരു റീസൺ ഉണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു അപ്ലിക്കേഷൻ നമുക്ക് ഫയൽ ചെയ്യാം. ആപ്ലിക്കേഷൻ നമുക്ക് പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സിനോ അല്ലെങ്കിൽ ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സിന്റെ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് അല്ലെങ്കിൽ CIT ഇവർക്കൊക്കെയാണ് അതിനുള്ള പവർ ഉള്ളത്. അവർക്കൊരു ആപ്ലിക്കേഷൻ കൊടുക്കാം. ഈ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 12 മന്ത്സിന്റെ ഉള്ളിൽ ഒരു ഓർഡർ ഇടണം. ഇൻട്രസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഓർഡർ ഇടണം, അല്ലെങ്കിൽ അത് റിജക്ട് ചെയ്തുകൊണ്ടുള്ള ഓർഡർ ഇടണം. അത് നമ്മളെ കേൾക്കാൻ വേണം. നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൂടി തരണം. നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എന്തുകൊണ്ടാണ് നമ്മൾ ഈ വേവറിന് അപ്രോച്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പറയാം. അപ്പൊ ഒരു ഡിമാൻഡ് റേസ് ചെയ്തിട്ടുണ്ട്, അതിൽ ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ട്. ചില കേസുകളിൽ കാണാറുള്ളത് ഇപ്പൊ ലോട്ടറിയുടെ കേസിലൊക്കെ ഇത് കാണാറുണ്ട് പലപ്പോഴും. അതൊക്കെ ഓൾറെഡി ക്രെഡിറ്റ് തരാണ്ടോ അങ്ങനത്തെ കേസുകളിലൊക്കെ ഇൻട്രസ്റ്റ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊക്കെ ഒരു നാച്ചുറൽ ഒരു ലിമിറ്റേഷൻ നമുക്ക് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പൊ അത് നമുക്ക് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അവരായിട്ട് പ്രിൻസിപ്പൽ കമ്മീഷണർ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഇൻട്രസ്റ്റ് റെഡ്യൂസ് ചെയ്യാനുള്ള വകുപ്പുണ്ടോ എന്നുള്ളത് നോക്കാവുന്നതാണ്. പല കേസുകളിലും നമുക്ക് കിട്ടാറുണ്ട്. ഇപ്പൊ 12 മന്ത്സ് പീരീഡ് ആണ്. ഏത് മാസമാണ് കൊടുത്തുള്ളത് അവിടുന്ന് 12 മാസം, ആ മാസത്തിന്റെ അവസാനം തൊട്ടിട്ട് 12 മാസമാണ് അവർക്ക് അതിന് ഓർഡർ ഇടാനുള്ള ഒരു സമയം. അതിന്റെ ഉള്ളിൽ ഓർഡർ ഇട്ടുണ്ടായിരിക്കണം.
ഇപ്പൊ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അസിംഗ് ഓഫീസർ നമുക്ക് തന്നു കഴിഞ്ഞാൽ ആ ഇൻസ്റ്റാൾമെന്റ് നമ്മൾ ആ പറഞ്ഞുള്ള പീരീഡിൽ തന്നെ നമ്മൾ അടയ്ക്കണം. ഇനി അടച്ചിട്ടില്ലെങ്കിൽ ആ സമയത്ത് നമ്മളെ അസസീൻ ഡിഫോൾട്ട് ആയിട്ട് കണക്കാക്കും. ബാക്കിയുള്ള എമൗണ്ടിന് ഏത് ഡേറ്റിലാണ് നമ്മൾ ഡിഫോൾട്ട് ചെയ്തുള്ളത് ബാക്കിയുള്ള എമൗണ്ടിന് നമ്മൾ ഡിഫോൾട്ട് ചെയ്ത പോലെയാണ് കണക്കാക്കുക. അപ്പൊ അതിന് റിക്കവറി മെക്കാനിസത്തിലേക്ക് വേണമെങ്കിൽ അസസിക്ക് പോവാം, അസിംഗ് ഓഫീസർക്ക് പോവാം. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു അസിംഗ് ഓഫീസർക്ക് സ്റ്റേ തരാനുള്ള അധികാരമുണ്ട്. സ്റ്റേ തരാനുള്ള ഒരു സർക്കുലർ പ്രകാരമായിരുന്നു. ഇപ്പൊ ഈ ഇൻകം ടാക്സ് ആക്ട് 2025 1961 നിന്ന് കാര്യമായിട്ടുള്ള ഒരു മാറ്റമല്ല വന്നുള്ളത് കൊണ്ട് നമ്മൾ പണ്ട് ഇഷ്യൂ ചെയ്തുള്ള സർക്കുലേഴ്സും നോട്ടിഫിക്കേഷൻസും ഒക്കെയും ഓൾമോസ്റ്റ് എവരി സെക്ഷൻസ് ഡിറ്റോ ആണ്. ചില കാര്യങ്ങൾ മാത്രമേ മാറ്റുള്ളൂ. അപ്പോ അന്ന് ആ സെക്ഷനിലൊക്കെ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് സർക്കുലേഴ്സ് ഒക്കെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യും. ഇനിയിപ്പോ പുതിയൊരു സർക്കുലർ വരേണ്ട ആവശ്യമില്ല, അതെല്ലാം ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഈ അസിംഗ് ഓഫീസർക്ക് ഒരു സർക്കുലർ ഡിപ്പാർട്ട്മെന്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ സർക്കുലർ പ്രകാരം ഈ 20% ടാക്സ് അടച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എമൗണ്ട് സ്റ്റേ കൊടുക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു. ആ അധികാരം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോ ഈ സർക്കുലർ പ്രകാരം ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഈ ഇങ്ങനെ ഒരു ഡിമാൻഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ 20% അടച്ചിട്ട് നമുക്കൊരു ലെറ്റർ കൊടുക്കുകയാണ് ബാക്കിയുള്ള എമൗണ്ടിന് സ്റ്റേ തരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസിംഗ് ഓഫീസർ ബാക്കിയുള്ള എമൗണ്ടിന് സ്റ്റേ തരും. അപ്പീൽ പെൻഡിങ് ആണെങ്കിൽ നമുക്കത് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യാൻ നോർമലി ഇതല്ല. നമ്മൾ ഇവിടെ പോയാൽ 20% അടയ്ക്കാതെ നമുക്ക് പോകാൻ പറ്റില്ല. ഇപ്പൊ ഇന്ന് വരുന്ന ഈ ഫേസ്ലെസ് ആയിട്ട് വരുന്ന പല അസസ്മെന്റുകളിലും ഡിമാൻഡ് ഹ്യൂജ് ആണ്. പലപ്പോഴും സെക്ഷൻ 68 69 സെക്ഷൻസ് ഒക്കെയാണ് എടുത്തിട്ടുണ്ടാവുക. അപ്പൊ വലിയ എമൗണ്ടുകളായിരിക്കും. ടാക്സബിൾ ഇൻകം എത്രയാണോ അഡീഷൻ നടത്തിയുള്ള അതിനേക്കാൾ കൂടുതലായിരിക്കും പലപ്പോഴും ടാക്സ് പേയബിൾ. അതിന്റെ 20% പലർക്കും ബെയർ ചെയ്യാൻ പറ്റാത്ത എമൗണ്ടുകളാവുമ്പോൾ നമുക്ക് ഈ 20% അടയ്ക്കുക എന്നുള്ളത് ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും CIT അപ്പീൽ വഴിയുള്ള ഒരു അപ്ലിക്കേഷൻ ആണ്, സ്റ്റേ പെറ്റീഷൻ ആണ് നമ്മൾ കൊടുക്കാറ്. അതാണ് സജസ്റ്റ് ചെയ്യാവുന്ന ഈ സിറ്റുവേഷനിൽ. പക്ഷെ എന്നാലും ഇപ്പൊ പാർട്ടിക്ക് തോന്നുകയാണ് അസിംഗ് ഓഫീസർക്ക് പോവാന്ന് പറഞ്ഞാൽ പോവാൻ നമുക്ക്. പക്ഷെ 20% അടച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടും. തിരിച്ചു കിട്ടില്ല, ബാക്കിയുള്ള എമൗണ്ട് സ്റ്റേ കിട്ടും. ഇനി ചില സിറ്റുവേഷനിൽ ചിലപ്പോ ഫോറിൻ ഇൻകം ഉള്ള ഒരാൾക്ക് ഫോറിൻ ഇൻകം ഇന്ത്യക്ക് ഔട്ട്സൈഡ് ഉണ്ട്, അതിനിവിടെ ടാക്സബിലിറ്റി ഉണ്ടെങ്കിൽ പക്ഷെ ആ എമൗണ്ട് ഇങ്ങോട്ട് ആ ഇൻകം ഇങ്ങോട്ട് റെസ്ട്രിക്റ്റഡ് ആണ്. ആള് റെസിഡന്റ് ആയിരിക്കും, ആള് ഇന്ത്യയിൽ ടാക്സബിൾ ആയിട്ടുള്ള ആളായിരിക്കും. ചില കേസുകളിൽ എടുക്കാം, ഷെയർ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഷെയർ ട്രേഡിംഗിൽ എന്തെങ്കിലും പുറമെയുള്ള രാജ്യങ്ങളിൽ ചെയ്തിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു, എനിക്ക് അതിന്റെ ടെക്നിക്കലി മുഴുവൻ അറിയില്ലെങ്കിലും ചില ആൾക്കാർ ഈ ഫ്യൂച്ചേഴ്സിന്റെ ഓപ്ഷൻ ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ ഫ്യൂച്ചേഴ്സിന്റെ ഓപ്ഷൻ നമുക്ക് ശരിക്കും ഫോറിൻ ഇതിൽ ചെയ്യാൻ പാടില്ല. പക്ഷെ അതിന് പകരം പലരും അഡ്വൈസറി റോളുകൾ ചെയ്യാറുണ്ട്. അപ്പൊ അഡ്വൈസറി റോൾ കൊടുക്കുന്നതിന് ഒരു പ്രൊഫഷണൽ ഇൻകം അല്ലെങ്കിൽ ബിസിനസ് ഇൻകം ആണ് നമുക്ക് ഇങ്ങോട്ട് വരുന്നത്. പല ബാങ്കുകളിലും അത് റെമിറ്റൻസിന് റെസ്ട്രിക്ഷൻ പറയാറുണ്ട്, ഇങ്ങോട്ട് റെമിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാറുണ്ട്. ഇതേ സിനാരിയോ ചിലപ്പോ മറ്റേ കൺട്രിയിലും ഉണ്ടായിരിക്കും. ആ ഇൻകം ഇങ്ങോട്ട് റിപ്പാട്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര എമൗണ്ടിന് എത്രയാണ് എമൗണ്ട് ഇങ്ങോട്ട് റിപ്പാട്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തത് അത്ര എമൗണ്ടിന് നമ്മൾ അസസീൻ ഡിഫോൾട്ട് ആയിട്ട് കണക്കാക്കുക. അത് ഇവിടെ ടാക്സബിൾ ആണ്. നമുക്ക് റെസിഡന്റ് ആയതുകൊണ്ട് ഗ്ലോബൽ ഇൻകം തീരെ ടാക്സബിൾ ആണ്. അപ്പൊ എത്ര എമൗണ്ട് ആണ് നമുക്ക് ഇങ്ങോട്ട് ഫോറിനിൽ നിന്ന് ഇങ്ങോട്ട് റെമിറ്റ് ചെയ്യാൻ പറ്റാത്തത്, അത് ആ രാജ്യത്തെ ഏതെങ്കിലും ഒരു കാരണങ്ങളുണ്ട്, അവിടുത്തെ റെസ്ട്രിക്ഷൻ കൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഈ എമൗണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ലെങ്കിൽ ആ അത്ര എമൗണ്ടിന് നമ്മൾ അസസീൻ ഡിഫോൾട്ട് ആയിട്ട് കണക്കാക്കില്ല. പിന്നെ അത് നമ്മൾ എന്തെങ്കിലും പർപ്പസിന് അവിടുത്തെ എന്തെങ്കിലും എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻകർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് കൊണ്ടുവന്ന പോലെ തന്നെയാണ് കണക്കാക്കുക. അതുപോലെ എന്തെങ്കിലും വേറെ അസറ്റ്സ് ആയിട്ടോ ക്യാപിറ്റലൈസ് ചെയ്തിട്ട് കൊണ്ടുവന്നാലും അത് നമ്മൾ ഇൻകം കൊണ്ടുവന്ന പോലെ തന്നെയാണ് കണക്കാക്കുക. അപ്പൊ അത്രയും എമൗണ്ടിന് നമുക്ക് അസസീൻ ഡിഫോൾട്ട് ആയിട്ട് ഇവിടെ കണക്കാക്കും. ഇനി സെക്ഷൻ 412 ആണ് അടുത്തത്. പെനാൽറ്റി പേയബിൾ വെൻ ടാക്സ് ഇൻ ഡിഫോൾട്ട്. ഈ അസസീൻ ഡിഫോൾട്ട് ആയി കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവാന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പെനാൽറ്റി പേയബിൾ ആണ് അതിന്. അത് സെക്ഷൻ 412 പറയുന്നത്. അത് സെക്ഷൻ 221 മുമ്പത്തെ 1961 ആക്ടിൽ ഉണ്ടായിരുന്നത്. അതിന് കറസ്പോണ്ടിങ് സെക്ഷൻ 412 ആണ്. ഈ 412
എന്താന്നുള്ളത് സെക്ഷൻ ഒന്ന് നോക്കാം. സെക്ഷൻ പ്രൊവിഷനിലൊന്നും മാറ്റില്ല. കറസ്പോണ്ടിങ് സെക്ഷൻ ആയിട്ട് 1961 സെക്ഷൻ ആയിട്ട് ഇതിൽ എത്രയാണോ അസസിങ് ഓഫീസർ പെനാൽറ്റി ഇമ്പോസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് പറയുന്നില്ല. പക്ഷെ മാക്സിമം ലിമിറ്റ് പറയുന്നുണ്ട്. ടാക്സ് അരിയറിനൊക്കെ കൂടാൻ പാടില്ല പെനാൽറ്റി. അത് മാത്രമാണ് മാക്സിമം ലിമിറ്റ് മാത്രമാണ് ഇതിൽ പറയുന്നുള്ളൂ. അപ്പോൾ ടാക്സ് ലയബിലിറ്റിയുടെ 100% വരെ മാക്സിമം അസസിങ് ഓഫീസർക്ക് പെനാൽറ്റി ഇമ്പോസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇപ്പൊ ഏതെങ്കിലും പാർട്ടി ഡിഫോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്ര തന്നെ എമൗണ്ട് നമ്മൾ അടച്ചില്ല, പൈസ അടയ്ക്കാണ്ട് നമ്മൾ അടച്ചില്ല, അത്ര തന്നെ എമൗണ്ട് വേണമെങ്കിൽ പെനാൽറ്റി ഇമ്പോസ് ചെയ്യാനുള്ള അധികാരം അസസിങ് ഓഫീസർക്ക് ഉണ്ട്. പക്ഷെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തരണം, നമ്മളൊന്ന് ഹിയർ ചെയ്യണം. പേഴ്സണൽ ഹിയറിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ് വഴിയുള്ള ഒരു ഹിയറിങ്ങോ നമുക്ക് തന്നതിന് ശേഷം മാത്രമാണ് ഈ ഓർഡർ, പെനാൽറ്റി ഓർഡർ ഇടാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഈ പെനാൽറ്റി ഫുള്ളായിട്ട് പോവുകയും ചെയ്യും. എങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്പീൽ പ്രൊസീഡിങ്സിൽ ഈ ഡിമാൻഡ് ഫുള്ളായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ പെനാൽറ്റി നിലനിൽക്കുകയില്ല. ഇതാണ് ഇതിൽ ജനറലി വരുന്നത്. പക്ഷെ പെനാൽറ്റി ഇമ്പോസ് ചെയ്യാനുള്ള അധികാരം അസസിങ് ഓഫീസർക്ക് ഉണ്ട്. നമ്മളൊരു ഡിമാൻഡ് വന്നു, നമ്മൾ അടച്ചില്ലെങ്കിൽ അത്ര തന്നെ എമൗണ്ട് പെനാൽറ്റി ഇമ്പോസ് ചെയ്യാനുള്ള അധികാരം അസസിങ് ഓഫീസർക്ക് ഉണ്ട്. ജസ്റ്റ് ഒരു സെക്കൻഡ്, വെള്ളം കുടിക്കേണ്ട ഒരു സമയം. സെക്ഷൻ 412 കഴിഞ്ഞ് ഇനി നമുക്ക് 413 സെക്ഷൻ നമുക്ക് കവർ ചെയ്യാം. സെക്ഷൻ 413 പറയുന്നത് സർട്ടിഫിക്കറ്റ് ബൈ ദ ടാക്സ് റിക്കവറി ഓഫീസർ ആൻഡ് വാലിഡിറ്റി ദെയറോഫ്. ടാക്സ് റിക്കവറി ഓഫീസറുടെ ഒരു സർട്ടിഫിക്കറ്റും അതിന്റെ വാലിഡിറ്റിയും ആണ് സെക്ഷൻ 413 ഡിസ്കസ് ചെയ്യുന്നത്. 2 സെക്ഷൻ ഉണ്ടായിരുന്നു, സെക്ഷൻ 222, സെക്ഷൻ 224. ഈ 2 സെക്ഷനും മെർജ് ചെയ്തിട്ടാണ് സെക്ഷൻ 413 വന്നത്. 222 സർട്ടിഫിക്കറ്റ് ടു ടാക്സ് റിക്കവറി ഓഫീസറും 224 വാലിഡിറ്റി ഓഫ് ദി സർട്ടിഫിക്കറ്റ് ആൻഡ് ക്യാൻസലേഷൻ ആൻഡ് അമെന്റ്മെന്റ് ദെയറോഫ്. ഇത് രണ്ടും കൂടി മെർജ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് 413 സെക്ഷൻ, സർട്ടിഫിക്കറ്റ് ബൈ ടാക്സ് റിക്കവറി ഓഫീസർ ആൻഡ് വാലിഡിറ്റി ദെയറോഫ്. എങ്ങനെയൊക്കെയാണ് ഇതിൽ റിക്കവറി നടത്താന്നുള്ളത് ഒരു പുതിയൊരു റൂള്, പുതിയ ഇൻകം ടാക്സ് റൂളിൽ പുതിയതാണ്. മുമ്പത്തെ ഇൻകം ടാക്സ് ആക്ട് റൂളിൽ ഉണ്ടായിരുന്നില്ല. ഒരു 225 എന്ന് പറഞ്ഞുള്ള ഒരു റൂളാണ് ഇത് റിക്കവറിക്ക് വേണ്ടിയിട്ട് സ്പെസിഫൈ ചെയ്തുള്ളത്. ഇതിൽ അറ്റാച്ച്മെന്റ് ആൻഡ് സെയിൽ ഓഫ് ഇമൂവബിൾ പ്രോപ്പർട്ടിയും അറ്റാച്ച്മെന്റ് സെയിൽ ഓഫ് മൂവബിൾ പ്രോപ്പർട്ടിയും അതുപോലെ അറസ്റ്റ് ഓഫ് ദി അസസി ഫോർ ഹിസ് ഡിറ്റൻഷൻ ഇൻ പ്രിസൺ, പിന്നെ അപ്പോയിന്റിംഗ് എ റിസീവർ ഫോർ മാനേജ്മെന്റ് ഓഫ് മൂവബിൾ ആൻഡ് ഇമൂവബിൾ പ്രോപ്പർട്ടീസ് ഓഫ് ദി അസസി. ഈ 4 മെത്തേഡ്സ് ഓൾറെഡി സെക്ഷനിൽ തന്നെ പറയുന്നുണ്ട്. ഇത് കൂടാതെ റൂളിലും ഇത് പറയുന്നുണ്ട്. ഇപ്പൊ ഈ സെക്ഷൻ 413 പുതിയ ഫിനാൻസ് ആക്ടില് ചെറിയൊരു ചേഞ്ച് കൊണ്ടുവന്നുണ്ട്. അത് പ്രകാരം ഈ സബ്സെക്ഷൻ 1 ഈ ക്ലോസ് സി റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അറസ്റ്റിനുള്ള പ്രൊവിഷൻ ഇപ്പോ ഇത് ഡീക്രിമിനലൈസേഷന്റെ ഭാഗമായിട്ട് പ്രോസിക്യൂഷനൊക്കെ ഇപ്പൊ ഇത്തിരി കൂടെ ഇതിന്റെ ഒരു ഇമ്പാക്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ അറസ്റ്റിനുള്ള പ്രൊവിഷൻ ഇപ്പോൾ സെക്ഷനിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് പ്രകാരം പുതിയ ഫിനാൻസ് ആക്ട് 2026 പ്രകാരം ആ പ്രൊവിഷൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ടാക്സ് റിക്കവറി ഓഫീസർക്ക് ഒരു ടാക്സ് റിക്കവറി സർട്ടിഫിക്കറ്റ്, ഒരു TCC എന്ന് പറയും, ടാക്സ് റിക്കവറി സർട്ടിഫിക്കറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള TROയ്ക്ക് അധികാരമുണ്ട്. ഈ TRO പ്രിപ്പയർ ചെയ്യുന്നത് ഫോം നമ്പർ 57
അത് മുമ്പ് ഫോം നമ്പർ 57 പഴയ റൂള് 117B പ്രകാരമായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ അതിപ്പോ ഫോം നമ്പർ 153 എന്ന് പറഞ്ഞ ഫോമില് റൂൾ നമ്പർ 224 പ്രകാരമാണ് ഈ TRO സർട്ടിഫിക്കറ്റ് പ്രിപ്പയർ ചെയ്യുക. ഡിമാൻഡ് ഇത്രയും സർട്ടിഫിക്കറ്റ് റിക്കവറിക്ക് വേണ്ടിയുള്ള ഒരു സർട്ടിഫിക്കറ്റ് പ്രിപ്പയർ ചെയ്യണം. അത് പ്രിപ്പയർ ചെയ്യുന്നത് ഈ റൂള് പ്രകാരമാണ്. റൂൾ നമ്പർ 224 പ്രകാരം ഫോം നമ്പർ 153 ആ സർട്ടിഫിക്കറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ സർട്ടിഫിക്കറ്റിൽ എമൗണ്ട് ഡിസ്പ്യൂട്ട് ചെയ്യാനുള്ള അധികാരം അസസിക്കില്ല. ഇപ്പൊ ഒരു ടാക്സ് റിക്കവറി ഓഫീസർ ഇത്ര എമൗണ്ട് റിക്കവർ ചെയ്യാണ്ടെന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ എമൗണ്ട് നമുക്ക് ചലഞ്ച് ചെയ്യാനുള്ള അധികാരമില്ല. നമുക്ക് അതിലെ ഡിമാൻഡ് വന്നുള്ള ഓർഡർ ഒക്കെ നമുക്ക് ചലഞ്ച് ചെയ്യാം. പക്ഷെ ഇയാൾ ഉണ്ടാക്കിയിട്ടുള്ള റിക്കവറിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഇതിനെ നമുക്ക് ചലഞ്ച് ചെയ്യാനുള്ള ഇതില്ല. നമുക്ക് അതിന്റെ കറക്റ്റ്നെസ്സിനെ ചലഞ്ച് ചെയ്യാനുള്ള ഇതില്ല. അത് ആള് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുക ആ ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ടാണ്. ആ ഡിമാൻഡ് നമുക്ക് വേണമെങ്കിൽ ചലഞ്ച് ചെയ്യാം. ഇതിന്റെ ഫുൾ പ്രൊസീജിയറും 413 സെക്ഷനിലെ ഫുൾ പ്രൊസീജിയറും റിക്കവറിന് റിലേറ്റഡ് ആയിട്ടുള്ള റൂൾ 225 പറയുന്നുണ്ട്. ഇതിലൊരു സ്പെസിഫിക് ആയിട്ടൊരു കാര്യം, നമുക്കിപ്പോ റിക്കവറി വരുന്ന സമയത്ത് നമുക്ക് ഈ നമ്മുടെ ക്ലയൻസിനൊക്കെ അഡ്വൈസ് ചെയ്യാവുന്ന കുറച്ച് ഏരിയകളുണ്ട്. അതാണ് ഈ സബ്സെക്ഷൻ 5 പറയുന്നത്. ഇപ്പൊ ഒരു മൂവബിൾ അല്ലെങ്കിൽ ഇമ്മൂവബിൾ ആയിട്ടുള്ള അസറ്റ്സ് നമ്മൾ ഒരു പാർട്ടിക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ പലരും പറയാറുണ്ട് ഇപ്പൊ എനിക്ക് വലിയ ഡിമാൻഡുകൾ വരാൻ സാധ്യതയുണ്ട്, ഇപ്പൊ ഞാനത് എന്റെ മക്കൾക്ക് ട്രാൻസ്ഫർ ചെയ്യണം അല്ലെങ്കിൽ വൈഫിന്റെ പേരിലേക്ക് മാറ്റാണ്, അപ്പൊ നമുക്ക് ഇതിന് രക്ഷപ്പെടാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പലരും. അങ്ങനത്തെ സിറ്റുവേഷൻ നമുക്ക് അങ്ങനെ മാറാൻ പറ്റില്ല. ഇതിലിപ്പോ ഈ സെക്ഷൻ പ്രകാരം സബ്സെക്ഷൻ 5 നോക്കിക്കഴിഞ്ഞാല് 1973 ശേഷം നമ്മൾ മൂവബിളോ ഇമ്മൂവബിളോ ഉള്ള ഐറ്റം നമ്മുടെ മൈനർ ചൈൽഡിനോ സൺസ് വൈഫിനോ സ്പൗസിനോ അവർക്ക് ആർക്കെങ്കിലും വിത്തൗട്ട് അഡിക്കേറ്റ് കൺസിഡറേഷൻ ഇല്ലാണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസ്ഫറിനെ അംഗീകരിക്കില്ല. അത് ആ മൂവബിൾ പ്രോപ്പർട്ടിക്ക് അസസീര പ്രോപ്പർട്ടി പോലെ തന്നെയാണ് കണക്കാക്കുക. ഇനിയിപ്പോ ഒരു മൈനർ ചൈൽഡിനാണ് കൊടുത്തിട്ടുള്ളത്, പക്ഷെ ഇപ്പൊ മൈനർ ചൈൽഡ് മേജർ ആയി എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിലും മൈനർ ചൈൽഡ് ആയിട്ടുള്ള സമയത്ത് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള അസറ്റ്സ് ആണെങ്കിലും നമുക്ക് ഡിപ്പാർട്ട്മെന്റിന് അത് അസസീര അസറ്റ് ആയിട്ട് റിക്കവർ ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ ഈ കേസിൽ വരാത്ത രീതിയിൽ വേണം നമ്മുടെ ട്രാൻസ്ഫർ നടത്തേണ്ടത്. പിന്നെ അഡിക്കേറ്റ് കൺസിഡറേഷൻ ഉണ്ടെന്നുള്ളത് ഉറപ്പിക്കുകയും കൂടി ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ ആ അസറ്റ്സും കൂടി വീണ്ടും റിക്കവറിയുടെ ഇതിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. റിക്കവറി ഓഫീസർക്ക് റിക്കവർ ചെയ്യാനുള്ള അധികാരം കിട്ടും. ഇനി ഏത് ടാക്സ് റിക്കവറി ഓഫീസറാണ് റിക്കവറി ചെയ്യേണ്ടതെന്നുള്ളതാണ് സെക്ഷൻ 404 പറയുന്നത്. മുമ്പ് സെക്ഷൻ 223 ടാക്സ് റിക്കവറി ഓഫീസർ ബൈ ഹൂം റിക്കവറി ടു ബി ഇഫക്റ്റഡ്. അപ്പൊ ഇപ്പോ 414 എന്ന് പറഞ്ഞ സെക്ഷനിലാണ് ഇത് കവർ ചെയ്യുന്നത്. ഏത് ടാക്സ് റിക്കവറി ഓഫീസറാണ് നമ്മളുടെ ടാക്സ് റിക്കവറി നടത്തേണ്ടത് എന്നുള്ളതാണ് ആ സെക്ഷനിൽ പറയുന്നത്. ജൂറിസ്ഡിക്ഷണൽ ടാക്സ് റിക്കവറി ഓഫീസർ എന്നാ പറയാം. എങ്ങനെയാ ജൂറിസ്ഡിക്ഷൻ ഐഡന്റിഫൈ ചെയ്യാം? ഒന്ന്, നമ്മളുടെ പ്ലേസ് ഓഫ് ബിസിനസ് ഒരു ഇതാണ്. നമ്മളൊരു ബിസിനസ് നടത്തുന്നതാണ്, നമ്മുടെ പ്ലേസ് ഓഫ് ബിസിനസ് എടുക്കുന്നു. ആ പ്ലേസ് ഓഫ് ബിസിനസിന്റെ ജൂറിസ്ഡിക്ഷണൽ ടാക്സ് റിക്കവറി ഓഫീസർ ആയിരിക്കും TRO ആയിട്ട് കണക്കാക്കാം. ഇനി നമ്മുടെ റെസിഡൻസ് എവിടെയാണ് നിൽക്കുന്നത്? ഇത് റെസിഡൻസ് ബേസ് ചെയ്യാം, ബിസിനസ് പ്ലേസ് ബേസ് ചെയ്യാം. ഇനി നമ്മളുടെ ഏതെങ്കിലും പ്രോപ്പർട്ടി പ്ലേസ് ചെയ്യുന്ന ലൊക്കേഷനും ആവാം. ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി നിൽക്കുന്നത് ഒരു എറണാകുളത്താണെങ്കിൽ അതും ആവാം ടാക്സ് റിക്കവറി ഓഫീസർ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജൂറിസ്ഡിക്ഷണൽ TRO ആയിട്ട് വരാം. അതിന് സെപ്പറേറ്റ് CBDT സെപ്പറേറ്റ് ഡയറക്ഷൻസ് ഇറക്കും, എങ്ങനെയൊക്കെയാണ് അത് കാറ്റഗറൈസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഈ ടാക്സ് റിക്കവറി ഓഫീസർക്ക് ഈ ജൂറിസ്ഡിക്ഷനിൽ നിന്ന് വേറെ ജൂറിസ്ഡിക്ഷനിലേക്ക് ഈ സർട്ടിഫിക്കറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അധികാരമുണ്ട് കേട്ടോ. അപ്പൊ ടാക്സ് റിക്കവറി ഓഫീസർ ഇവിടുന്ന് ഇപ്പോ ആളുടെ റെസിഡൻസ് ഉള്ള ഭാഗത്തേക്ക് അല്ലെങ്കിൽ ആൾക്കൊരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വേറൊരു സ്ഥലത്തുണ്ടെങ്കിൽ അവിടുത്തെ TROക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ റിസീവ് ചെയ്യുന്ന TRO ടാക്സ് റിക്കവറി ഓഫീസർക്ക് അയാൾ ഉണ്ടാക്കിയ ഒരു ടാക്സ് റിക്കവറി സർട്ടിഫിക്കറ്റ് പോലെ തന്നെ ആൾക്ക് അതിന്റെ പ്രൊസീഡിങ്സ് എഫക്ട് ചെയ്യുകയും ചെയ്യാം. അപ്പൊ റിക്കവറി പ്രൊസീഡിങ്സിലേക്ക് പോവുകയും ചെയ്യാം. അപ്പോൾ ഇത് ട്രാൻസ്ഫറും കാര്യങ്ങളും എല്ലാം ഇതിൽ നടക്കുന്ന അതിനുള്ള മെക്കാനിസം CBDT സർക്കുലർ ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഡയറക്ഷൻസ് ആയിട്ട് ഇറക്കും. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ റിക്കവറി നടക്കുക. അപ്പോൾ നോർമലി നമ്മുടെ ടാക്സ് റിക്കവറി ഓഫീസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലേസ് ഓഫ് ബിസിനസ് പ്രകാരം, റെസിഡൻസ് പ്രകാരം, ലൊക്കേഷൻ ഓഫ് പ്രോപ്പർട്ടി പ്രകാരമാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക.
ഇനി അങ്ങനെ ഐഡന്റിഫൈ ചെയ്തുള്ള ഇതിന് പ്രകാരം നമുക്കിപ്പോ ഇവിടുത്തെ ഒരു ടാക്സ് റിക്കവറി ഓഫീസർ, പ്ലേസ് ഓഫ് ബിസിനസ്സിലുള്ള ടാക്സ് റിക്കവറി ഓഫീസർ നോക്കുമ്പോൾ ഇവിടെ നിന്ന് മുഴുവൻ റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ റിക്കവർ ചെയ്യണമെങ്കിൽ ആളുടെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി നിൽക്കുന്ന സ്ഥലത്തുള്ള റിക്കവറി ഓഫീസർക്ക് പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് അവിടുത്തെ റിക്കവറി ഓഫീസറാണ് പിന്നെ ബാക്കിയുള്ള റിക്കവറി നടത്താം. ഇതാണ് സെക്ഷൻ 414 കവർ ചെയ്യുന്നത്. ബാക്കിയുള്ളത് അടുത്ത ഇതിലേക്ക് പോകുന്നത് 415 ആണ്. സ്റ്റേ ഓഫ് പ്രൊസീഡിങ്സ് ഇൻ പേഴ്സൺസ് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് അമെന്റ്മെന്റ് ക്യാൻസലേഷൻ ദെയർ ഓഫ്. ഇത് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് സെക്ഷൻ 225 ആയിരുന്നു ഇൻകം ടാക്സ് ആക്ട് 1961. ചില കേസുകളിൽ ഇപ്പോൾ ഓൾറെഡി ടാക്സ് റിക്കവറി ഓഫീസർ റിക്കവറി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പൊ അസസി ആളെടുത്ത് അപ്രോച്ച് ചെയ്യണം, ഞങ്ങൾ അടയ്ക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു ടെമ്പററി സ്റ്റേ തരാനുള്ള അധികാരമുണ്ട്. ആ സമയത്ത് ഇതിന്റെ റിക്കവറി പ്രൊസീഡിങ്സ് കംപ്ലീറ്റ് നടക്കില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും അപ്പീലോ അതർ അപ്പലറ്റ് പ്രൊസീഡിങ്സിന്റെ ഭാഗമായിട്ട് ഈ ഡിമാൻഡ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ടെന്ന് വെക്കാം. അപ്പൊ എത്രയാണോ കുറഞ്ഞുള്ള അത്ര എമൗണ്ടിന് റിക്കവർ ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഓൾറെഡി ഈ ടാക്സ് റിക്കവറി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി, പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് അപ്പീൽ ഓർഡർ വന്നത്. അപ്പീൽ ഓർഡർ വന്നപ്പോൾ പാർഷ്യലി നമുക്ക് അലവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. 50% അലവ് ചെയ്തിട്ട് 50% നമുക്ക് കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ എത്ര എമൗണ്ട് ആണ് നമുക്ക് അലവ് ചെയ്തിട്ടുള്ളത് അത്ര എമൗണ്ടിന് അവർക്ക് റിക്കവറി നടത്താൻ പറ്റില്ല. ബാക്കിയുള്ള എമൗണ്ടിന് മാത്രമാണ് റിക്കവറി നടത്താൻ പറ്റുള്ളൂ. അപ്പൊ എത്രയാണോ റെഡ്യൂസ് ചെയ്തിട്ടുള്ളത് അത്ര എമൗണ്ട് മാറ്റി നിർത്താം. ചിലപ്പോ ഈ റിക്കവറി വന്നതിന് ശേഷം നമുക്ക് ഫസ്റ്റ് അപ്പീലറ്റ് പ്രൊസീഡിങ്സിൽ CIT അപ്പീലിൽ നമുക്ക് അനുകൂലമായിട്ട് കിട്ടി. സെക്കൻഡ് അപ്പീലറ്റ് പ്രൊസീഡിങ്സിൽ വീണ്ടും ഡിപ്പാർട്ട്മെന്റ് അനുകൂലമായി കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പൊ അവർക്ക് റിക്കവർ ചെയ്യാം. അപ്പൊ ഫുള്ളി ഇത് ഈ ടാക്സ് റിക്കവറി സർട്ടിഫിക്കറ്റ് പോവില്ല. ഇത് ഫൈനൽ ആവുന്നത് എവിടെയാണ്? ഫൈനൽ ആവുന്നത് നമുക്ക് അനുകൂലമാണെങ്കിൽ LCCക്ക് അനുകൂലമോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് അനുകൂലമായിട്ട് വരുന്ന അതിനനുസരിച്ച് ഇത് എപ്പോഴെപ്പോഴും മാറ്റേണ്ട ആവശ്യമില്ല. ഈ ടാക്സ് റിക്കവറി സർട്ടിഫിക്കറ്റ് അത് അങ്ങനെ തന്നെ നിൽക്കും. പക്ഷെ അത്ര എമൗണ്ട് എത്രയാണോ നമുക്ക് അപ്പീലില് നമുക്ക് കിട്ടിയുള്ള അത്ര എമൗണ്ട് ഒരു ടെമ്പററി സ്റ്റേ പോലെ നിൽക്കും. ഫർദർ അപ്പീലിൽ അത് ക്ലിയർ ആയിട്ട് നമുക്ക് അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് അത് ഒഴിവാവും. ഇനി അതല്ല ഡിപ്പാർട്ട്മെന്റ് അനുകൂലമായിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് സെക്ഷൻ 415 കവർ ചെയ്യുന്ന സ്റ്റേ ഓഫ് പ്രൊസീഡിങ്സിന്റെ ഭാഗമായിട്ട്. ഇനി നോർമലി നടക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട് ഈ റിക്കവറിയുടെ ഭാഗമായിട്ട് നോർമലി നടത്തുന്നതാണ് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത്. ഇത് ഈ അതർ മോഡ്സ് ആണ് നോർമലി എല്ലാ അസിസ്റ്റിംഗ് ഓഫീസറും ചെയ്യാറ്. പലപ്പോഴും പല ആളുകൾക്കും ബാങ്ക് അറ്റാച്ച് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ സെക്ഷൻ പ്രകാരമാണ്. ഇതിന് നമുക്ക് പ്രത്യേകിച്ച് ടാക്സ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ടാക്സ് റിക്കവറി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണമെന്ന് നിർബന്ധമില്ലാതെ ചെയ്യാവുന്ന കുറച്ച് പ്രൊസീഡിങ്സ് ആണ് ഇതിൽ വരുന്നത്. അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം വരുന്നത് സാലറി അറ്റാച്ച് ചെയ്യാം. അപ്പൊ സാലറി നമുക്ക് ഒരു എംപ്ലോയർക്ക് ഒരു ഡയറക്റ്റ് ചെയ്യാം, ഈ ആളുടെ സാലറി നമുക്ക് ഇത്രയൊക്കെ എമൗണ്ട് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് തരണം, അയാൾക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു ഓർഡർ എംപ്ലോയർക്ക് കൊടുക്കാം. എംപ്ലോയർ കൊടുത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എംപ്ലോയർ ലയബിൾ ആവാം. പക്ഷെ എക്സംപ്റ്റ് ആയിട്ടുള്ള സാലറി ഉണ്ട്. ഇപ്പൊ ഒരു ആരെങ്കിലും എക്സംപ്റ്റ് ആയിട്ടുള്ള സാലറി ഇൻകം കിട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ടാക്സബിൾ ആയിട്ടുള്ള സാലറി മാത്രമാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത കേസുകളിൽ പറ്റില്ല. ഈ ഇതിൽ തന്നെ പറയുന്നത് സിവിൽ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ പ്രകാരം അണ്ടർ സെക്ഷൻ 60 പ്രകാരം എന്തെങ്കിലും എക്സംപ്റ്റഡ് ആയിട്ടുള്ള സാലറി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എക്സംപ്റ്റഡ് ഫോർ അറ്റാച്ച്മെന്റ് ആണ്. അതിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും അറ്റാച്ച് ചെയ്തിരുന്നുള്ളത്. അപ്പോൾ അത് എക്സംപ്റ്റഡ് ആണ്. ഇനി തേർഡ് പാർട്ടി ഗാർണിഷി പ്രൊസീഡിങ്സ് ഉണ്ടാവും. അപ്പോൾ ടാക്സ് റിക്കവറി ഓഫീസർ നമ്മളുടെ ബാങ്കിന് പറയണം, നിങ്ങളുടെ ബാങ്ക് ഇപ്പോൾ എൻ്റെ പേഴ്സണൽ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് ആവും, ചിലപ്പോൾ എൻ്റെ ജോയിന്റ് നെയിമിലുള്ള ബാങ്ക് അക്കൗണ്ട് ആവും, എൻ്റെ നിന്ന് ടാക്സ് കിട്ടാറുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ബാങ്കിനെ TRO അപ്രോച്ച് ചെയ്തിട്ട് അവർക്ക് ലെറ്റർ കൊടുക്കും. അവർ ബാങ്ക് അക്കൗണ്ടിലുള്ള പൈസ ടാക്സ് ആയിട്ട് ഞങ്ങൾക്ക് അടച്ചു തരാൻ പറയും. ബാങ്ക് അത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് ഓൾറെഡി ഒരു ഡിമാൻഡ് ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ആ എമൗണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫ്രീസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ നമുക്കൊരു ഇതിൽ പോവാം. പക്ഷെ അവർ നേരെ ടാക്സ് റിക്കവറിക്ക് വേണ്ടിയിട്ട് പോവുകയും ചെയ്യുക. അപ്പോൾ അവരുടെ അക്കൗണ്ടിലേക്ക് നേരെ അത് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഡിമാൻഡ് നിൽക്കണമെങ്കിൽ നമ്മൾ അഡ്രസ് ചെയ്യാതെ പോകരുത്. ചിലപ്പോൾ ഈ അതർ മോഡ്സ് ഓഫ് റിക്കവറി മറ്റേ മോഡ്സൊക്കെ കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ട്
ഇതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇവർക്ക് എടുക്കാവുന്നത് ബാങ്ക് അക്കൗണ്ട് അറ്റാച്ച് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ ആ എമൗണ്ട് ഗവൺമെന്റിലേക്ക് ഒന്നുമില്ല ഇത് ചെയ്യാൻ പറയാം, ഡയറക്ട്ലി ഗവൺമെന്റിലേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യാൻ പറയാം. ഇപ്പൊ ഡയറക്ട്ലി ഗവൺമെന്റ് കൊടുത്താൽ പൈസ പോയി, പിന്നെ നമുക്ക് തിരിച്ചു കിട്ടൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരുപാട് ഡിമാൻഡ് ഉള്ള ആൾക്കാർക്ക് അതിന് ഒരു ടെമ്പററി സ്റ്റേ ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു രീതിയിലേക്ക് വേണമെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന് പോവാം. ബാങ്കിൽ നിന്ന് നേരിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന്റെ പേയ്മെന്റ് നടത്താൻ വേണ്ടി ഡയറക്ഷൻ കൊടുക്കാൻ ഡിപ്പാർട്ട്മെന്റിന് പോകാവുന്നതാണ്. ഇനി ജോയിന്റ് അക്കൗണ്ടുകളാണെങ്കിൽ, ചിലപ്പോൾ ജോയിന്റ് അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ ഈക്വൽ ഓണർഷിപ്പ് ആയിട്ടാണ് കണക്കാക്കുക. അപ്പോൾ രണ്ടുപേരുണ്ട്, രണ്ടുപേർക്കും ലയബിലിറ്റി ഇല്ല. ഒരാൾക്ക് ലയബിലിറ്റി ഉണ്ടെങ്കിൽ 50% അവർക്ക് എടുക്കാൻ പറ്റില്ല, ഫുൾ എമൗണ്ട് എടുക്കാൻ പറ്റില്ല. ഇയാളുടെ എത്രയാണുള്ളത് അത് 50%. ഇനി ആ സ്പെസിഫിക് ആയിട്ട് അതിൽ പെർസെന്റേജ് പറയുന്നത് മാത്രമാണ് 50 മാറുള്ളൂ, അല്ലെങ്കിൽ ഡിഫോൾട്ട് ആയിട്ട് 50% ആണ് കണക്കാക്കുക. ഇനി ആ ബാങ്കോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ഏതെങ്കിലും ആണെങ്കിൽ അവരത് ചെയ്തില്ല എനിക്കുണ്ട്, ഗവൺമെന്റ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞവരടുത്ത് ഇങ്ങനെ അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ചെയ്തില്ലെങ്കിൽ അത് അവരെ പേഴ്സണൽ ലയബിലിറ്റി ആയിട്ടാണ് കണക്കാക്കുക. അവർ പേഴ്സണലി അടയ്ക്കേണ്ടി വരും. പിന്നെ അത് ഈവൻ കോർട്ടിൽ നിന്ന് വേണമെങ്കിൽ TROക്ക് കളക്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. എന്തെങ്കിലും അസീരെ പൈസ ഏതെങ്കിലും കോർട്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തെങ്കിൽ അവിടെ നിന്ന് റിക്കവർ ചെയ്യാനുള്ള അധികാരം TROക്ക് ഉണ്ട്. ചില കേസുകളിൽ ഉണ്ടാവുക, ഇപ്പോ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പൈസ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ പിടിക്കും. അതിപ്പോ കോടതിയിലായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻകം ടാക്സ് ഓഫീസർക്ക് ആളുടെ ലയബിലിറ്റി വന്നിട്ടുണ്ട്, അത് റിക്കവർ ചെയ്യണമെങ്കിൽ അത് ഉപയോഗിച്ച് റിക്കവർ ചെയ്യാവുന്നതാണ്. ഇതാണ് അതർ മോഡ്സിൽ പറയുന്നത് സെക്ഷൻ 416. ഇതാണ് നോർമലി എല്ലാ അസസിംഗ് ഓഫീസറും റിക്കവറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ്. ഇത് കുറെ കൂടി ഈസിയാണ് അവർക്കൊരു ടാക്സ് റിക്കവറി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊന്നും ഇല്ല. ഇനി സെക്ഷൻ 417 റിക്കവറി ത്രൂ സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുന്നുണ്ട്. ഈ റിക്കവറി ത്രൂ സ്റ്റേറ്റ് ഗവൺമെന്റ് എങ്ങനെ, ഇപ്പൊ ഇൻകം ടാക്സ് നമുക്ക് വേണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിനെ കൊണ്ട് റിക്കവർ ചെയ്യിപ്പിക്കാം. അതില് ആർട്ടിക്കിൾ 258(1) ആണെന്ന് എന്റെ ഓർമ്മ. ഗവൺമെന്റ് ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരം സ്റ്റേറ്റ് ഗവൺമെന്റ് 258(1) പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ച് പവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുനിസിപ്പൽ ടാക്സ് അല്ലെങ്കിൽ ലോക്കൽ ടാക്സ് ആയിട്ട് ഇത് ഗവൺമെന്റിന് റിക്കവർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇൻകം ടാക്സും അതുപോലെ തന്നെ റിക്കവർ ചെയ്യാവുന്ന പ്രൊവിഷൻ ഉണ്ട്. അത് ഈ ഇൻകം ടാക്സ് ആക്ടിൽ അതിന് പ്രൊവിഷൻ കൊടുത്തുള്ള ഈ 417 ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും അരിയർ ഉണ്ട്, ഇൻകം ടാക്സ് അടയ്ക്കാത്തതുണ്ട്, അത് മുനിസിപ്പൽ ടാക്സിന്റെ അല്ലെങ്കിൽ ലോക്കൽ ടാക്സിന്റെ അരിയർ ആയിട്ട് കണക്കാക്കിയിട്ട് റിക്കവർ ചെയ്യാനുള്ള അധികാരമാണ് ഈ സെക്ഷൻ 417 കൊടുക്കുന്നത്. ഇനി ഇതിൽ എന്തെങ്കിലും സ്റ്റേക്ക് പോകണമെങ്കിൽ നമ്മൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരമുള്ള സ്റ്റേക്ക് അല്ല പോകേണ്ടത്. നമ്മൾ ഈ ഒരു രീതിയിൽ റിക്കവറിക്ക് അവർ പോയിട്ടുണ്ടെങ്കിൽ, സ്റ്റേറ്റ് ഗവൺമെന്റ് വഴി പോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ മുനിസിപ്പൽ ടാക്സ് ലോക്കൽ ടാക്സ് ഏത് പ്രകാരമാണ് റിക്കവർ ചെയ്യുന്നത് ആ ആക്ടിലത്തെ പ്രൊവിഷൻ പ്രകാരം വേണം നമ്മൾ സ്റ്റേക്ക് പോകേണ്ടത്. നമ്മൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അല്ല പോകേണ്ടത്. ഇനി സെക്ഷൻ 418 ഇപ്പൊ നമ്മൾ ഫോറിൻ കൺട്രീസ് ആയിട്ട് പലരായിട്ട് നമ്മൾക്ക് ഒരു അഗ്രിമെന്റ്സ് ഉണ്ടായിരിക്കും, പല ഇന്റർനാഷണൽ അഗ്രിമെന്റ്സുകൾ ഉണ്ടാവും. അതിന്റെ പ്രകാരമായിട്ട് ടാക്സ് റിക്കവറിക്ക് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ആ അഗ്രിമെന്റ്സ് പ്രകാരം നമുക്ക് ടാക്സ് റിക്കവർ ചെയ്യാം എന്നുള്ളതാണ് ഈ സെക്ഷൻ 418 പറയുന്നത്. പഴയ ഇൻകം ടാക്സ് ആക്ട് 1961 സെക്ഷൻ 220A എന്ന് പറഞ്ഞ സെക്ഷൻ ആയിരുന്നു. അതിപ്പോ 418 എന്ന് പറഞ്ഞ സെക്ഷനിലാണ് കവർ ചെയ്യുന്നത്. ഒരു ഫോറിൻ കൺട്രിയിൽ, ഇപ്പോ ഇന്ത്യയിൽ റെസിഡന്റ് ആൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ടാക്സ് ലയബിലിറ്റി ഫോറിൻ കൺട്രിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആ കൺട്രി ആയിട്ട് നമുക്കൊരു ഇന്റർനാഷണൽ അഗ്രിമെന്റ് ഉണ്ട് റിക്കവറി ഓഫ് ടാക്സിന് വേണ്ടിയിട്ട്. അപ്പൊ ആ കൺട്രി നമ്മളായിട്ട് അപ്രോച്ച് ചെയ്യാണ്, പറയുന്നത് ഈ ആളുടെ പേരിൽ എന്തെങ്കിലും അസറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്തിട്ട് ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞാൽ നമ്മളത് ടാക്സ് റിക്കവറി ഓഫീസർ അത്രയും എമൗണ്ട് ടാക്സ് റിക്കവർ ചെയ്ത് അയാളുടെ എക്സ്പെൻസ് എന്താണെന്ന് വെച്ചാൽ കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് CBDTക്ക് CBDT വഴി അത് ആ ഗവൺമെന്റിലേക്ക് പോകും. ഇതാണ് ഈ പ്രൊസീജിയർ ഈ അഗ്രിമെന്റ് പ്രകാരം പറയുന്നത്. അപ്പോൾ ഒരാൾ എന്തെങ്കിലും തട്ടിപ്പോ കാര്യങ്ങളോ നടത്തിയിട്ട് ഇന്ത്യയിലുള്ള റെസിഡന്റ് ആയുള്ള ഒരാളാണെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നുണ്ടെങ്കിൽ ആൾക്ക് വിട്ടുപോകാൻ പറ്റില്ല. ഇവിടെ നിന്ന് റിക്കവർ ചെയ്യാനുള്ള ഒരു മെക്കാനിസം ഇതുണ്ട്. ഇതേ മെക്കാനിസം തന്നെ ഫോറിൻ കൺട്രികളിലായിട്ടും ഉണ്ട്. ഇപ്പോ നമ്മൾ ഇവിടെ റെസിഡന്റ് ആയുള്ള ഒരാൾ അവിടെ നിന്ന് റിക്കവർ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ റെസിഡന്റോ നോൺ റെസിഡന്റ് ആയുള്ള ഒരാള്
ആൾക്ക് അവിടെ എന്തെങ്കിലും അസറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും തട്ടിപ്പ് നടത്തി പോയിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ റിക്കവർ ചെയ്യാനുള്ള പ്രൊവിഷൻ ഫോറിൻ കൺട്രി ആയിട്ട് നമ്മൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സെക്ഷൻ പ്രകാരം നമുക്ക് തിരിച്ചും റിക്കവർ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതാണ് സെക്ഷൻ 418 കവർ ചെയ്യുന്നത്. റിക്കവറി ഓഫ് പെനാൽറ്റി, ഫൈൻ, ഇൻട്രസ്റ്റ് ആൻഡ് അതർ സം. അതിന്റെ കറസ്പോണ്ടിങ് സെക്ഷൻ 229 ആയിരുന്നു. ഇപ്പോ എന്തെങ്കിലും ഇപ്പൊ ടാക്സിന്റെ റിക്കവറി ആയിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത്. ടാക്സ് റിക്കവറിക്ക് മാത്രമല്ല നമുക്ക് ഉപയോഗിക്കാവുന്നത്. ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടാവും, ഫൈൻ ഉണ്ടാവും, പെനാൽറ്റി ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ ഈ പറഞ്ഞ റിക്കവറി മെക്കാനിസം വഴി അവർക്ക് റിക്കവർ ചെയ്യാം. അത് ഇൻകം ടാക്സ് മാത്രമാവണമെന്നില്ല. ഇൻട്രസ്റ്റ് ആണെങ്കിലും ഫൈൻ ആണെങ്കിലും പെനാൽറ്റി ആണെങ്കിലും ഇതുപോലെ തന്നെ അരിയർ ഓഫ് ടാക്സ് പോലെ തന്നെ കണക്കാക്കിയിട്ട് നമുക്ക് റിക്കവർ ചെയ്യാന്നുള്ളതാണ് സെക്ഷൻ 419 പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു വേറെ ഇത് പറയേണ്ട. അപ്പൊ നോൺ ടാക്സ് ഡ്യൂസും നമുക്ക് ഇതേപോലെ റിക്കവർ ചെയ്യാം. ടാക്സ് ഡ്യൂസ് മാത്രമല്ല നമുക്ക് റിക്കവർ ചെയ്യാവുന്നത് നോൺ ടാക്സ് ആയിട്ടുള്ള ഇൻട്രസ്റ്റും ഫൈനും പെനാൽറ്റിയും എല്ലാം നമുക്ക് ഈ സെക്ഷൻ പ്രകാരം ഈ ചാപ്റ്റർ പ്രകാരം നമുക്ക് റിക്കവർ ചെയ്യാനുള്ള പ്രൊവിഷൻ ഇതിൽ ഉണ്ട്. ഇനി സെക്ഷൻ 420 ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണ്. ഇത് പലപ്പോഴും നമുക്ക് ആവശ്യം വരുന്ന ഒരു കാര്യമാണ്. പല അസസീസ് പല ക്ലയൻസും നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട്. ഇപ്പൊ ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്താന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതിന്റെ കറസ്പോണ്ടിങ് സെക്ഷൻ 230 ആണ്. 230 ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്താന്നുള്ളത് പറയുന്നത്. ഇതിൽ നോൺ ഡൊമിസിബിൾ പേഴ്സൺ എന്നും ഡൊമിസിൽഡ് പേഴ്സൺ എന്നുള്ള രണ്ട് വാക്കാണ് ഇതിൽ മേജർ ആയിട്ട് വരുന്നത്. നോൺ ഡൊമിസിൽ പേഴ്സൺ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ഫോറിൻ ടൂറിസ്റ്റിന് നമ്മൾ നോൺ ഡൊമിസിൽ പേഴ്സൺ ആയിട്ട് ഇതിൽ കണക്കാക്കില്ല. ആൾക്ക് ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം വരുന്നില്ല. പക്ഷെ ഒരു ഫോറിനർ ഇന്ത്യയിലേക്ക് വരാണ്, ആളൊരു ബിസിനസ്സോ അല്ലെങ്കിൽ പ്രൊഫഷനോ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റിനായിട്ടോ വരാണ്. അപ്പൊ ആളുടെ അണ്ടർടേക്കർ എംപ്ലോയറിൽ നിന്നോ അല്ലെങ്കിൽ പേയറിൽ നിന്നോ ഒരു അണ്ടർടേക്കിംഗ് സബ്മിറ്റ് ചെയ്യണം. അതില് ക്ലിയർ ആയിട്ട് പറയണം ആ പാർട്ടിയുടെ എല്ലാ ടാക്സ് ലയബിലിറ്റിയും എംപ്ലോയറോ അല്ലെങ്കിൽ പേയറോ ചെയ്യാന്നുള്ള നമ്മൾ ആ അണ്ടർടേക്കിംഗിൽ അങ്ങനെയാണ് പറയുന്നത്. നമ്മളുടെ എല്ലാ ആളുടെ ടാക്സ് ഡ്യൂസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അടച്ചുകൊണ്ട് എന്ന് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കേണ്ടത് ഫോം നമ്പർ 154 154 അപ്ലിക്കേഷൻ കൊടുത്ത് എംപ്ലോയർ അല്ലെങ്കിൽ പേയർ കൊടുക്കുന്ന അപ്ലിക്കേഷൻ ഫോം നമ്പർ 154 മുമ്പ് ഫോം നമ്പർ 30A എന്ന് പറഞ്ഞുള്ള ഫോമിലായിരുന്നു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. എന്നാൽ മാത്രമേ ഇവർക്ക് പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പുറത്തേക്ക് പോകാൻ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരാള് ബിസിനസ്സിനോ അല്ലെങ്കിൽ പ്രൊഫഷനോ ഒരു എംപ്ലോയ്മെന്റിനോ വേണ്ടി ഇന്ത്യയിലേക്ക് വരാണ്. ആള് ഇന്ത്യയിലുള്ള ഒരു ഫോറിനറാണ്. ആ ഫോറിനർ ഇവിടേക്ക് വന്നിട്ട് അയാൾക്ക് ഇവിടുന്ന് ഒരു എംപ്ലോയി ആണെങ്കിൽ ആ എംപ്ലോയിയുടെ എംപ്ലോയർ അല്ലെങ്കിൽ വേറൊരു ആരെങ്കിലും കൺസൾട്ടിങ് ബേസിനെ വന്നുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേയർ ആരാണ് അയാൾക്ക് പൈസ കൊടുക്കുന്നത് അയാൾ എൻഷുർ ചെയ്യണം ഈ വ്യക്തി ഇവിടെ ടാക്സ് ഡിസ്ചാർജ് ചെയ്തിട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ അവർ ഡിസ്ചാർജ് ചെയ്യാനുള്ള ഡിക്ലറേഷൻ ആണ് ഈ ഫോമിൽ 154 ഈ എംപ്ലോയർ അല്ലെങ്കിൽ പേയർ കൊടുക്കുന്നത്. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് NOC ഇഷ്യൂ ചെയ്യും. ഫോം നമ്പർ 155 മുമ്പ് 30B എന്നുള്ള അതായിരുന്നു NOC ഇഷ്യൂ ചെയ്യും. അപ്പൊ NOC വെച്ചിട്ട് അയാൾക്ക് പുറത്തേക്ക് ട്രാവൽ ചെയ്യാം. ഇത് NOC ഇല്ലാണ്ടാണ് ഇവർ പിന്നീട് പോകുന്നതിനെ ഇത് കാരിയേഴ്സ് ആണ് അതിൽ പ്രശ്നമാവുക. ആരാണോ ഇപ്പൊ ഫ്ലൈറ്റിലാണ് പോകുന്നത് വെച്ചിട്ട് ഫ്ലൈറ്റ് ഷിപ്പിലാണെങ്കിൽ ഷിപ്പിന്റെ ആൾക്കാരാണ് ലയബിൾ ആവുക ഈ ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവർ എൻഷുർ ചെയ്യണം ഇവർക്ക് NOC ഉണ്ടെന്നുള്ളത്, ഇവരുടെ ടാക്സ് അടയ്ക്കാന്നുള്ള NOC ഉണ്ടെന്നുള്ളത് എൻഷുർ ചെയ്തിട്ട് വേണം പുറത്തേക്ക് പോകേണ്ടത്. ഇനി ഇത് പക്ഷെ ടൂറിസ്റ്റ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് അപ്ലിക്കബിൾ അല്ല. ടൂറിസ്റ്റ് വിസയിൽ വരുന്ന ആളുകൾക്ക് ഇത് അപ്ലിക്കബിളേ അല്ല. അപ്പോ വന്നുള്ള വിസയുടെ ഇതനുസരിച്ച് ഒരു എംപ്ലോയ്മെന്റ് വിസയിലോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ വിസയിലോ അല്ലെങ്കിൽ ബിസിനസ് വിസയിലോ വന്നുള്ള ആളുകൾക്കാണ് ഇതിന്റെ അപ്ലിക്കബിലിറ്റി വരിക. അല്ലാത്ത ആളുകൾക്ക് ഇത് അപ്ലിക്കബിലിറ്റി വരില്ല. ഇനി
വേറെയുള്ള ഒരു സെൽഫ് ഡിക്ലറേഷൻ മെക്കാനിസം ഇതിൽ പറയുന്നുണ്ട്. അത് നമ്മളിപ്പോ റെസിഡന്റ് ആയുള്ളവര്, ഇപ്പോ ഇന്ത്യയിൽ ഡൊമിസിൽഡ് ആയുള്ള, ഫോറിനർ അല്ല, ഇന്ത്യയിൽ ഡൊമിസിൽഡ് ആയുള്ള ഒരാള് നമ്മൾ പുറത്തേക്ക് പോവാണ്. ഇതേപോലെ തന്നെ ഇതിലല്ല, ടൂറിസ്റ്റ് വിസയ്ക്ക് അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു ടൂറിസ്റ്റ് ആയിട്ട് പോകുന്നത് സെപ്പറേറ്റ് ആണ്, അതിന് ഇതൊന്നും അപ്ലിക്കബിൾ അല്ല. ടൂറിസ്റ്റ് അല്ലാതെ നമ്മൾ പുറത്തേക്ക് ഈ പറഞ്ഞ പോലെ എംപ്ലോയ്മെന്റിനോ അല്ലെങ്കിൽ നമ്മൾ അവിടെ സ്റ്റേ ചെയ്യാനോ ബിസിനസ്സിനോ എന്തെങ്കിലും ആയിട്ട് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാണ്, നമ്മൾ ഇവിടുത്തെ റെസിഡന്റ് അല്ലാണ്ട് മാറാൻ പോവാണ്. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മളും ഒരു സെൽഫ് ഡിക്ലറേഷൻ ഫയൽ ചെയ്യണം. ആ സെൽഫ് ഡിക്ലറേഷൻ ഫയൽ ചെയ്തിട്ട് വേണം നമ്മൾ പോവാനായിട്ട്. ഈ സെൽഫ് ഡിക്ലറേഷൻ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ട്രാവൽ, ഏത് മോഡിൽ കൂടെ നമ്മൾ ട്രാവൽ ചെയ്താൽ അവർക്കാണ് അതിന്റെ ലയബിലിറ്റി വരുന്നത്. അപ്പൊ നമ്മളുടെ വിസ ഏതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇവർ ഈ ക്ലിയറൻസുകൾ ചോദിക്കാം. ചില കേസുകളിൽ ഈ ഫോം ഇതില് ചില കേസുകളിൽ നമുക്ക് പാൻ നമ്പർ ഉണ്ടാവില്ല ആളുകൾക്ക്. പാൻ നമ്പർ ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഫോം നമ്പർ 157ലും, പാൻ നമ്പർ ഉള്ള ആളുകളാണെങ്കിൽ ഫോം നമ്പർ 156ലുമാണ് ഈ സെൽഫ് ഡിക്ലറേഷൻ കൊടുക്കേണ്ടത്. അപ്പൊ അതിൽ പർപ്പസ് ഓഫ് ട്രാവലൊക്കെ പറയണേ, എന്ത് പർപ്പസിനാണ് നമ്മൾ പോകുന്നത്, എത്ര ദിവസം നമ്മൾ പുറത്ത് നിൽക്കുന്നുണ്ടാവും, അതിന് നമ്മുടെ പാൻ നമ്പർ ഇതാണ്, ഈ കാര്യങ്ങളൊക്കെ അതിൽ അപ്ലിക്കേഷനിൽ പറയണം. അതിന് പ്രത്യേകിച്ച് നമുക്കൊരു സർട്ടിഫിക്കറ്റ് ആയിട്ടൊന്നും വേണ്ട, പക്ഷെ ഈ ഒരു ഡിക്ലറേഷൻ നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ മതി. അപ്പൊ ഡിക്ലറേഷൻ കൊടുത്തതിന്റെ പ്രൂഫ് ഉണ്ടായാൽ മതി. നമ്മൾ ഡിക്ലറേഷൻ കൊടുത്തു എന്നുള്ളതിന്റെ പ്രൂഫ് ഉണ്ടെങ്കിൽ വേറെ ഇഷ്യൂ ഒന്നുമില്ല. ഇനി ചില കേസുകളിൽ ഇപ്പൊ ഇവർക്ക് തോന്നാണ്, അസിംഗ് ഓഫീസർക്ക് തോന്നാണ് ഈ ഒരാള് ഇവിടുന്ന് പുറത്തേക്ക് പോയാൽ പിന്നെ വരില്ല, ആൾക്ക് കുറെ ഡിമാൻഡുകൾ ഉണ്ട്. ഓൾറെഡി ആളുകൾ ടാക്സ് ഡിമാൻഡുകൾ പല ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ ബ്ലാക്ക് മണി ആക്ട് പ്രകാരം അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ട് പ്രകാരം നമുക്ക് കളക്ട് ചെയ്യേണ്ടതുണ്ട് എന്നുണ്ട്, വെൽത്ത് ടാക്സ് ആക്ടോ ഏതെങ്കിലും പ്രകാരം നമുക്ക് കളക്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇയാൾ പുറത്തു പോയാൽ വരില്ല എന്നുള്ളതുണ്ടെങ്കിൽ ഈ അവരടുത്ത് നമുക്ക് ഇവര് പറയും, ഗവൺമെന്റ് പറയും അല്ലെങ്കിൽ AO പറയും, നിങ്ങൾ ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് പോകാൻ പാടുള്ളൂമാണ്. മിക്കവാറും ചില കേസുകളിൽ സർട്ടിഫിക്കറ്റ് അതിനുള്ള ഒരു ക്ലിയറൻസിനോ കാര്യങ്ങളോ ഞാൻ ക്ലാസ്സില്ലേ അതിന് നമ്മൾ നമുക്ക് അപ്ലിക്കേഷൻ ഒരു 158 കൊടുക്കണം. 158 കൊടുത്തിട്ട് നമുക്ക് ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് 159ലാണ് നമുക്ക് തരിക. അപ്പൊ ഈ ഒരു റിക്വയർമെന്റ് നോർമലി ഒരു പ്രിൻസിപ്പൽ കമ്മീഷണർ, പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ ഒരു പെർമിഷനോട് കൂടി മാത്രമാണ് AO ചെയ്യാൻ പാടുള്ളൂ. ഈ ഓർഡർ ഇയാളുടെ ഈ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഓർഡർ ഇടണമെങ്കിൽ പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ, കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സിന്റെയോ ചീഫ് കമ്മീഷണറുടെയോ പെർമിഷനോട് കൂടി മാത്രമാണ് ചെയ്യാൻ പാടുള്ളൂ. ഇതിന്റെ റിസ്ക് കൂടുതൽ വരുന്നത് ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റേഴ്സിനാണ്. അപ്പൊ അവർ എൻഷുർ ചെയ്യണം ഇങ്ങനത്തെ എന്തെങ്കിലും ഡിമാൻഡ്സ് ഉള്ള ആളുകളാണെങ്കിൽ, അവർ ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ട ആളുകളാണെങ്കിൽ അവർ മേടിച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പിച്ചിട്ട് മാത്രമാണ് ആളുകളെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ, അവരെ ട്രാവൽ ചെയ്യാൻ സമ്മതിക്കാൻ പാടുള്ളൂ. ഇത് റയർ കേസിൽ വരുന്നൊരു കാര്യമാണ്, അധികം വരുന്നൊരു കാര്യമല്ല. പക്ഷെ ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട്, അത് എത്ര കണ്ട് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് വലിയ വലിയ ആളുകളുടെ കേസുകളിലൊക്കെ ട്രാവൽ ബാൻ ഇതേപോലെ പറയാറുണ്ട്. അതുപോലെ ട്രാവൽ ബാൻ നമുക്കും ചിലപ്പോ വരാം, നമുക്ക് വലിയ ഡിമാൻഡുകൾ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇൻകം ടാക്സിൽ ഡിമാൻഡുകൾ കുറെ കിടക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ലെങ്കിൽ റെഗുലറൈസ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമ്മളുടെ തന്നെയാണ്. അപ്പൊ നമ്മളുടെ ക്ലയന്റുകളെ അഡ്വൈസ് ചെയ്തിട്ട് അത് റെഗുലറൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇനി സെക്ഷൻ 421 ആണ് അടുത്തത്. റിക്കവറി ബൈ സ്യൂട്ട് ഓർ അണ്ടർ എനി അതർ ലോ നോട്ട് അഫക്റ്റഡ്. ഇപ്പൊ നമുക്ക് ഇതിൽ സെക്ഷനിൽ റിക്കവറി പറയുന്നുണ്ടെങ്കിലും വേറെ ആക്ട് പ്രകാരം റിക്കവറി ചെയ്യുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല, അതൊക്കെയും അതിന്റെ ഭാഗമായിട്ട് നടക്കും. അതാണ് ഈ സെക്ഷനിൽ കവർ ചെയ്യുന്നത്. ഇതിന്റെ കറസ്പോണ്ടിങ് ആയുള്ള സെക്ഷൻ 232 ആണ്. അപ്പോ നമുക്ക് ജനറൽ ഒരു
റിക്കവറിക്ക് വേണ്ടിയിട്ട് വേറെ മെക്കാനിസങ്ങൾ ഗവൺമെന്റ് വേണമെങ്കിൽ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരു മെക്കാനിസം മാത്രമാണ്. ഇപ്പോൾ ഡെപ്റ്റ് റിക്കവർ ചെയ്യുന്നതിന് വേറെ എന്തെങ്കിലും മെക്കാനിസം കോർട്ട് വഴിയോ അങ്ങനെയൊക്കെയുള്ള പ്രൊസീഡിങ്സ് നടത്താൻ ഈ ഒരു നിയമം ഒരിക്കലും ഒരു തടസ്സമല്ല. അതും സൈമൾട്ടേനിയസ് ആയിട്ട് അവർക്ക് നടത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇതൊരു എക്സോസ്റ്റീവ് ആയിട്ടുള്ള ഒരു ഇതല്ല പറയുന്നത്. പല മെത്തേഡ്സും ഫോളോ ചെയ്യുന്നതിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ ഇനീഷ്യലി ഡിപ്പാർട്ട്മെന്റിന് ഈ മെത്തേഡിൽ കൂടെ പോകാം. അതിനുശേഷം ബാക്കിയുള്ള മെത്തേഡിലേക്കാണ് അവര് പോകുന്നത്. ഇതെല്ലാം ഇൻഡിപെൻഡന്റ് ആണ്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് രണ്ടും റിക്കവറിയും ഒരുമിച്ച് നടത്തുന്നതുകൊണ്ടൊന്നും പ്രശ്നമില്ല. അൾട്ടിമേറ്റ്ലി ഗവൺമെന്റിന് റവന്യൂ റിക്കവർ ചെയ്യാന്നുള്ളത് മാത്രമാണ്. അപ്പോൾ റവന്യൂ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് മെത്തേഡിലേക്ക് വേണമെങ്കിൽ അവർക്ക് പോവാം. അപ്പോൾ ഓൾറെഡി ഒരു റിക്കവറി മെക്കാനിസം ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ നാളെ ഗവൺമെന്റ് പോയി ഒരു കോർട്ട് വഴി വേറൊരു റിക്കവറിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല ഇത് ഇൻകം ടാക്സിൽ റിക്കവറി ഉണ്ട് അത് മാത്രമേ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. വേറെ റിക്കവറി മെക്കാനിസം വേണമെങ്കിൽ ഗവൺമെന്റിന് അഡോപ്റ്റ് ചെയ്യാം. അത് പ്രകാരം അവർക്ക് ഇത് ചെയ്യാം. അതാണ് ഈ സെക്ഷൻ 421 കവർ ചെയ്യുന്നത്. ഇനി 422 പറയുന്നത് റിക്കവറി ഓഫ് ടാക്സ് അരിയർ ഇൻ റെസ്പെക്ട് ഓഫ് നോൺ റെസിഡന്റ് ഫ്രം ഹിസ് അസെറ്റ്സ്, സെക്ഷൻ 422. ഇതിന്റെ കറസ്പോണ്ടിങ് സെക്ഷൻ 173 എന്ന് പറഞ്ഞ സെക്ഷനാണ്. ഇത് സെക്ഷൻ 92 ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അതിൽ വരുന്ന ഇൻകത്തിനെയാണ് ഇത് പറയുന്നത്. അതിന്റെ റിക്കവറിയാണ് പറയുന്നത്. അപ്പൊ അതിന് റിക്കവറി ഏതൊക്കെ മെത്തേഡാണ് പറഞ്ഞുള്ളത്? ഒന്ന് TDS ആയിട്ടോ അല്ലെങ്കിൽ റിക്കവറി ഓഫ് അരിയേഴ്സ് ഫ്രം അസറ്റ് ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ. ഈ രണ്ട് മെത്തേഡ്സ് ആണ് അതിന് പറയുന്നത്. ഇത് നോർമലി വരുന്നത് നമുക്ക് സെക്ഷൻ 92 കൂടി ഒന്ന് എടുത്തു വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. 92 ഇതൊക്കെയാണ് കവർ ചെയ്യുന്നത്. ഇൻകം ഡീംഡ് ടു അക്രൂ അറൈസ് ഇൻ ഇന്ത്യ. ഇതിൽ സബ്സെക്ഷൻ 2 നോക്കി കഴിഞ്ഞാൽ ഇൻകം ഡീംഡ് ടു അറൈസ് ഇൻ ഇന്ത്യ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ത്രൂ ഓർ ഫ്രം any asset or source of income in India or any property in India or any business connection in India or a transfer of a capital asset situated in India. ഇത് ഫേമസ് ആയിട്ടുള്ള വോഡോഫോൺ കേസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അമെന്റ്മെന്റ് വന്നതാണ് 92 ഇത് ഡീംഡ് ടു അക്രൂ അറൈസ് ഇൻ ഇന്ത്യ ആയി. ഇങ്ങനെ ഇൻകം വന്നിട്ടുണ്ടെങ്കിൽ ഏത് രീതിയിലൊക്കെ റിക്കവർ ചെയ്യേണ്ടത്? ഒന്ന് TDS ഡിഡക്ട് ചെയ്യണം. അപ്പോൾ അതിന്റെ റിക്കവറി മെക്കാനിസം ഒന്ന് TDS ഈ പേ ചെയ്യുന്ന ആൾക്കാർ TDS ഡിഡക്ട് ചെയ്തെന്നുള്ളത് ഉറപ്പിക്കണം. ഇനിയിപ്പോ അത് TDS പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇന്ത്യയിലുള്ള അസറ്റ്സിന് അത് റിക്കവർ ചെയ്യാനുള്ള അധികാരം ഈ സെക്ഷൻ 422 കൊടുക്കുന്നുണ്ട്. അതാണ് ആ സെക്ഷനിൽ കവർ ചെയ്യുന്നത്. അതുപോലെ ഏതെങ്കിലും ഏജന്റോ റെപ്രസെന്റേറ്റീവ് ഉണ്ടെങ്കിൽ അവരെ കൂടി നമുക്ക് റിക്കവറി നടത്താം. നോൺ റെസിഡന്റിൽ നിന്ന് കളക്ട് ചെയ്യാം. അതുകൂടാതെ അവര് ഏജന്റ്സോ അല്ലെങ്കിൽ അവരുടെ റെപ്രസെന്റേറ്റീവ് അസസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഇത് റിക്കവർ ചെയ്യാവുന്നതാണ്. ഇനി റിക്കവർ ചെയ്യുന്ന അസറ്റ്സ് ഈ ഒരു നോൺ റെസിഡന്റ് ഇന്ത്യയിലുള്ള ഫ്യൂച്ചറിലുള്ളതും പ്രസന്റ് ആയിട്ടുള്ള അസറ്റ്സും റിക്കവർ ചെയ്യാനുള്ള പ്രൊവിഷൻ ഇതിൽ പറയുന്നത്. അപ്പോൾ ഇനി ഉണ്ടാവാവുന്ന അസറ്റ്സിനും വേണമെങ്കിൽ നമുക്ക് റിക്കവർ ഇപ്പോഴുള്ള അസറ്റ്സ് മാത്രമല്ല, ഈ ട്രാൻസ്ഫർ നടക്കുമ്പോഴുള്ള അസറ്റ്സ് മാത്രമല്ല, ഇനിയുള്ള അസറ്റ്സിന് നമുക്ക് റിക്കവർ ചെയ്യാനുള്ള പ്രൊവിഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ഈ സെക്ഷനിൽ കവർ ചെയ്യുന്നത്. അപ്പൊ റിക്കവറിയുടെ ഭാഗം നമുക്ക് ഇതോടുകൂടി 422 കൂടി കഴിഞ്ഞു. ഇനി അടുത്തത് പാർട്ട് ആണ്. പാർട്ട് ഇയില് വരുന്നത് ഇൻട്രസ്റ്റ് ചാർജബിൾ ഇൻ സർട്ടൻ കേസസ്. അതാണ് പാർട്ട് കവർ ചെയ്യുന്നത്. അതിൽ സെക്ഷൻ 423 ആണ് കവർ ചെയ്യുന്നത്. 423 നമുക്ക് സെക്ഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് നമുക്കറിയാം. അത് 234A എന്ന് പറഞ്ഞുള്ള സെക്ഷനാണ്. 423, 424, 425, 234ABC നമ്മളെല്ലാവരും വലിയ ഫെമിലിയർ ആയിട്ടുള്ള സെക്ഷൻസ് ആണ്. പക്ഷെ അതിൽ ചില കാര്യങ്ങൾ നമ്മളൊന്ന് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഈ സെക്ഷനെ കുറച്ചും കൂടി ഒക്കെ ഒന്ന് ഈസി ആക്കിയിട്ടുണ്ട്. ഈസി ആക്കാന്ന് ഉദ്ദേശിച്ചത് അതിന്റെ അതിന്റെ സ്ട്രക്ചർ ഒന്നും മാറ്റി, അതിന്റെ കണ്ടന്റ്സ് ഒന്നും കാര്യമായിട്ട് മാറിയില്ലെങ്കിൽ നമുക്കത് നമ്മുടെ വായിക്കാൻ കുറേ കൂടി ഈസി ആക്കിയിട്ടുണ്ട്. അതാണ് ഇതിൽ കൂടുതലായിട്ട് സെക്ഷൻ 423 ചെയ്തിട്ടുള്ളത്. തുടങ്ങണേക്ക് മുമ്പ് ഞാൻ ചെറിയൊരു ബ്രേക്ക് എടുക്കുന്നുണ്ട്. ഒരു മിനിറ്റിന്റെ ഉള്ളിൽ ഞാൻ തിരിച്ചു വരാം കേട്ടോ.
നമുക്ക് സെക്ഷനിലേക്ക് പോവാം. 423 ആണ് ആദ്യത്തെ സെക്ഷൻ പറഞ്ഞത്. 423 ഒരു 4 സിനാരിയോ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നമുക്ക് സിനാരിയോ റിട്ടേൺ ഫയൽഡ് ആഫ്റ്റർ ഡ്യൂ ഡേറ്റ്. ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ടേബിൾ ഒന്നും ഇതിലുണ്ടായിരുന്നില്ല, പണ്ടത്തെ ഇതിലുണ്ടായിരുന്നില്ല. ഇതെന്തിനാണെന്ന് വെച്ചാൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൽ ഡിലേ വരുന്ന കേസിലാണ്, ഡിഫോൾട്ട് ചെയ്യുന്ന സിറ്റുവേഷനിലാണ് 423 വരുന്നത്. പണ്ടത്തെ സെക്ഷൻ 234A എന്ന് പറഞ്ഞ സെക്ഷനാണ്. റിട്ടേൺ ഓഫ് ഇൻകം ഫോർ ദ ടാക്സ് ഇയർ ഈസ് ഫർണിഷ്ഡ് ആഫ്റ്റർ ദ ഡ്യൂ ഡേറ്റ് ഓർ ഈസ് നോട്ട് ഫർണിഷ്ഡ്, thus it shall be liable to pay simple interest as per the following formula. ഒരു ഫോർമുല പറഞ്ഞിരിക്കുകയാണ്. Amount of tax on which interest is payable specified in subsection 2 into T number of months comprised in the period commencing on the date immediately following the starting date ending on the end date both specified in. അപ്പൊ സ്റ്റാർട്ടിംഗ് ഡേറ്റും എൻഡ് ഡേറ്റും ഈ ടേബിളിൽ പറഞ്ഞിട്ടുണ്ട്, സിയിലും ഡിയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് തമ്മിലുള്ള ആ വ്യത്യാസത്തിനാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത്. ടാക്സ് അടയ്ക്കേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞുള്ളതാണ് അതിന്റെ 1%. ഈ 1% തന്നെയായിരുന്നു നമുക്ക് മുമ്പ് ഉണ്ടായിരുന്നത്. അപ്പോ ടാക്സ് എമൗണ്ടിന്റെ എമൗണ്ട് എന്താന്നുള്ളത് ഈ സബ്സെക്ഷൻ 2 പറയുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ ടാക്സ് എമൗണ്ട് എന്നുള്ളത് ഈ സബ്സെക്ഷൻ 2 പറയുന്നത്. സബ്സെക്ഷൻ 2 സബ്സെക്ഷൻ 2 ആണ് ഈ ടേബിളിലുള്ളത്. അതിൽ ഈ എമൗണ്ട് ഇവിടെ പറയുന്നുണ്ട്. എമൗണ്ട് ഓഫ് ടാക്സ് ഓൺ വിച്ച് ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ എന്നുള്ളത് ഈ ടേബിൾ കോളം ഇയിലാണ് അത് കവർ ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ കേസ് എടുക്കാം. റിട്ടേൺ ഈസ് ഫർണിഷ്ഡ് അണ്ടർ സെക്ഷൻ 263(1), 4 and 6. 263 എന്നൊക്കെ പറഞ്ഞാൽ 139 ആണ്. 139, 1, 4, 6. ഡ്യൂ ഡേറ്റ് ഓഫ് ഫർണിഷിംഗ് റിട്ടേൺ ഓഫ് ഇൻകം അണ്ടർ സെക്ഷൻ 263, ഡേറ്റ് ഓഫ് ഫർണിഷിംഗ് റിട്ടേൺ ഓഫ് അണ്ടർ സെക്ഷൻ ഡേറ്റ് ഓഫ് ഫർണിഷിംഗ്. ഇതാണ് നമ്മൾ രണ്ട് ഡേറ്റ് നമുക്ക് കണക്കാക്കേണ്ടത്. അപ്പോൾ ഒരു പാർട്ടി റിട്ടേൺ ഫയൽ ചെയ്തില്ല അയക്കാം, ഫയൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് ഫയൽ ചെയ്തത്. അപ്പൊ നമ്മൾ എന്താ കാണുക, 1% ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അറിയാം. ഇനി എ എന്താണ്? എ എന്ന് പറഞ്ഞുള്ളത് വേറെ റെഗുലർ അസസ്മെന്റ് ഈസ് നോട്ട് മെയ്ഡ്. ഒരു റെഗുലർ അസസ്മെന്റ് ഇല്ല. റെഗുലർ അസസ്മെന്റ് ഇല്ലാത്ത കേസാണെങ്കിൽ എന്താണ് നമ്മളുടെ റിട്ടേൺ ചെയ്തിട്ടുള്ള ഇൻകം അതുമിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനിയിപ്പോ ഒരു അസസ്മെന്റ് ഉണ്ടെങ്കിൽ ആ അസസ്ഡ് ഇൻകത്തുമിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഒരാൾ റിട്ടേൺ ഫയൽ ചെയ്തുള്ള ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡ്യൂ ഡേറ്റ് തൊട്ടിട്ട് 263(1) ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ പഴയ 139(1) ഡ്യൂ ഡേറ്റ് തന്നെയാണ്. അവിടെ നിന്ന് ഏത് ഡേറ്റിലാണോ നിങ്ങൾ റിട്ടേൺ ഫർണിഷ് ചെയ്യുന്നത് ആ ഡേറ്റ് വരെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിൽ അസസ്മെന്റ് ഉള്ള കേസുകളിലാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസസ്ഡ് ഇൻകത്തുമല്ല കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി അതല്ല അസസ്മെന്റ് ഇല്ലാത്ത കേസുകളാണെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയാണോ ഇൻകം റിട്ടേൺ ചെയ്തിട്ടുള്ളത് അതുമലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി ചില കേസുകളിൽ റിട്ടേൺ ഫയൽ ചെയ്തിട്ടേ ഇല്ല. ഫയൽ ചെയ്തിട്ടില്ലെങ്കിലും അപ്പൊ ഡേറ്റിൽ മാത്രമാണ് വ്യത്യാസം ഉണ്ടാവുക. ഡേറ്റില് ഡ്യൂ ഡേറ്റ് തൊട്ടിട്ട് ഏത് ഡേറ്റിലാണോ അസസ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്, ഒരാൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല പക്ഷെ അസസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് ഇൻട്രസ്റ്റ് വരുള്ളൂ. അസസ്മെന്റ് ഉണ്ടായില്ലെങ്കിൽ ആൾ രക്ഷപ്പെട്ടു പോകും ചിലപ്പോൾ. പക്ഷെ അസസ് ചെയ്യുന്ന സിറ്റുവേഷൻ വന്നാൽ മാത്രമാണ് ഇൻട്രസ്റ്റ് കവർ ചെയ്ത് വരുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത് എടുക്കുക? നമ്മൾ ഡ്യൂ ഡേറ്റ് എന്നാണോ 263(1) പറയുന്നത്, ആ ഡേറ്റിൽ നിന്ന് ഏത് ഡേറ്റിലാണോ അസസ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് ആ ഡേറ്റ് വരെയാണ് നമ്മൾ ഈ 1% കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഈ റെഗുലർ അസസ്മെന്റുമ്പോൾ വരുന്ന എമൗണ്ടുമ്പോഴാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിന് എത്രയാണ് ടാക്സ് പേ ചെയ്തിട്ടുള്ളത് നമുക്ക് കുറയ്ക്കാം. ആ കുറച്ചിട്ടുള്ള എമൗണ്ടുമ്പോൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇതാണ് അടുത്തത്. ഇനി മൂന്നാമത്തെ സിനാരിയോ ഏതാണെന്ന് നോക്കാം. ഇപ്പോ ഒരാൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊരു റിട്ടേൺ ഫയൽ ചെയ്തതിന് ശേഷം പഴയ 148 നോട്ടീസ്, റീ അസസ്മെന്റിന് വേണ്ടിയുള്ള നോട്ടീസ് വന്നു. എന്നിട്ട് ആള് റിട്ടേൺ ഫയൽ ചെയ്യാണ്. അപ്പൊ അതില് നമുക്ക് രണ്ട് ഡേറ്റുകളാണ് പറയുന്നത്. നമുക്ക് ആ നോട്ടീസിൽ ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവും, ഇന്ന ഡേറ്റിന്റെ ഉള്ളിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ പറഞ്ഞിട്ട്. ആ ഡേറ്റും ഡേറ്റ് ഓഫ് ഫർണിഷിംഗ് ദ റിട്ടേൺ ആണ്. അപ്പോൾ നോർമലി നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ട്. നോർമലി റിട്ടേൺ ഫയൽ ചെയ്തതിന് ശേഷം നമുക്ക് ഇന്റിമേഷൻ വന്നിട്ടുണ്ട്. ഇന്റിമേഷൻ വന്നതിന് ശേഷം അല്ലെങ്കിൽ അസസ്മെന്റ്, നോർമൽ അസസ്മെന്റ് കഴിഞ്ഞതിന് ശേഷം റീ അസസ്മെന്റ് വരാണ്. അങ്ങനത്തെ സിറ്റുവേഷനിൽ
1% ഇൻട്രസ്റ്റ് വരും. പക്ഷെ ആ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എങ്ങനെയാണ്? ലാസ്റ്റ് ഡേറ്റ് ആ നോട്ടീസിൽ ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഇന്ന ഡേറ്റിന്റെ ഉള്ളിൽ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യണം എന്നുള്ളത്. അതിൽ എന്താണോ ലാസ്റ്റ് ഡേറ്റ് അത് വിട്ടിട്ട് നമ്മൾ ഏത് ഡേറ്റിലാണ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നത് ആ ഡേറ്റ് വരെയാണ് നമുക്ക് എടുക്കേണ്ടത്. അതിനാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിൽ ടാക്സ് വരുന്നത് അഡീഷണൽ ടാക്സിൽ മാത്രമാണ് വരുള്ളൂ. നമ്മളുടെ ഓൾറെഡി റിട്ടേൺ ഫയൽ ചെയ്തിട്ടുള്ള ഇന്റിമേഷൻ നമുക്ക് വന്നിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നോർമൽ അസസ്മെന്റിൽ വന്നിട്ടുണ്ടായിരുന്ന ടാക്സ് ഓൾറെഡി അടച്ചിട്ടുണ്ടോ, അത് കഴിഞ്ഞിട്ട് വരുന്ന അഡീഷണൽ ടാക്സിന് മാത്രമാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ, അല്ലാത്ത എമൗണ്ടിന് അടയ്ക്കേണ്ട. ഇപ്പൊ നോട്ടീസ് കിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യില്ല. നോട്ടീസ് കിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ റിട്ടേൺ അല്ല, നോട്ടീസിന്റെ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് റിട്ടേൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ട് ഡേറ്റ് ഓഫ് അസസ്മെന്റ് വരെയുള്ള ഇൻട്രസ്റ്റ് തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അത് ആ കേസിലും ഇപ്പൊ നോട്ടീസിന്റെ ഉള്ളിൽ അടച്ചാലും നോട്ടീസ് കഴിഞ്ഞിട്ട് അടച്ചാലും നമുക്ക് ലാസ്റ്റ് ഡേറ്റ് വരെയുള്ളതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി അടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാലാമത്തെ സിനാരിയോ പറയുന്നത് റിട്ടേൺ പ്രകാരം ഇത് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ വേറെ റിട്ടേൺ ഒന്നും നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടില്ല. നോ റിട്ടേൺ ഈസ് സബ്മിറ്റഡ്. നോട്ടീസ് പ്രകാരം നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാണ്, പക്ഷെ നമുക്ക് നേരത്തെ ഡിലേഡ് ആയിട്ടാണ്. പക്ഷെ ഇതിൽ നമ്മൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്തേ ഇല്ല. ഒരു കേസിൽ സബ്മിറ്റ് ചെയ്തു, ഒരു കേസിൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്തില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഏത് ഡേറ്റിലാണ് ആ നോട്ടീസിൽ ഡേറ്റ് പറഞ്ഞുള്ളത് അവിടുന്ന് അസസ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുന്ന വരെയുള്ള പീരീഡിലാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ 234A പഴയ പോലെ തന്നെയാണ്, പക്ഷെ 3 സിനാരിയോ ആയിട്ട് നമുക്ക് കുറെ കൂടി ഈസി ടു അണ്ടർസ്റ്റാൻഡ് എന്നുള്ള രീതിയിൽ നമുക്ക് കുറെ മനസ്സിലാക്കാവുന്ന രീതിയിൽ അതിനെ കൺവേർട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ വന്നുള്ളത്. ഇതിൽ കുറച്ച് കോമൺ പ്രിൻസിപ്പിൾ ഉണ്ട് ഇൻട്രസ്റ്റിന്റെ കാൽക്കുലേഷനിൽ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 234Aയും Bയും Cയും ഒക്കെ ആയിട്ടുണ്ടെങ്കിലും ചില കേസുകളിൽ ചിലപ്പോ ഡ്യൂ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പൊ അതിൽ സ്പെസിഫിക് ആയിട്ട് പറയാറുണ്ട് 1 ലാഖിനേക്കാൾ കൂടുതൽ ടാക്സ് ലയബിലിറ്റി ഉള്ള ആളുകൾക്ക് 234A അപ്ലിക്കബിൾ ആണ്. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് 234A വരും 1 ലാഖിനും മീതി. അപ്പൊ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്താലും നമ്മൾ ഡ്യൂ ഡേറ്റ് എടുക്കേണ്ടത് ഏതായിരിക്കും? അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നോർമൽ ഡ്യൂ ഡേറ്റ് തന്നെയാണ്, എക്സ്റ്റെൻഡഡ് ഡ്യൂ ഡേറ്റ് അല്ല എടുക്കാൻ പറ്റുന്നത്. 1 ലാഖിന് താഴെയുള്ളവർക്ക് എക്സ്റ്റെൻഡഡ് ഡ്യൂ ഡേറ്റ് എടുക്കാം, അല്ലാത്ത ആളുകൾക്ക് എക്സ്റ്റെൻഡഡ് ഡ്യൂ ഡേറ്റ് എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ വർക്കിങ്ങിലൊക്കെ നമ്മൾ ഇപ്പൊ എല്ലാം സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോൾ ആ വർക്കിംഗ് ശരിയാണോ എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. പിന്നെ നെറ്റ് ഓഫ് ടാക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ TDSും അഡ്വാൻസ് ടാക്സും റിലീഫും ക്രെഡിറ്റ്സും എല്ലാം കുറച്ചതിന് ശേഷമുള്ള എമൗണ്ടുമേലാണ് നമ്മൾ ഇൻട്രസ്റ്റ് വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ഇനി അടുത്ത സെക്ഷൻ നമുക്ക് 243B എന്ന് പറഞ്ഞുള്ള സെക്ഷൻ ആണ്. അതിന്റെ കറസ്പോണ്ടിങ് സെക്ഷൻ പുതിയ ആക്ടില് 424 ആണ്. 424ലേക്ക് നമുക്ക് പോവാം. അത് അഡ്വാൻസ് ടാക്സിന്റെ എന്തെങ്കിലും ഇൻസ്റ്റാൾമെന്റിൽ നമ്മൾ ഡിഫോൾട്ട് വരുത്തി കഴിഞ്ഞാലുള്ള ഇൻസ്റ്റാൾമെന്റിൽ അഡ്വാൻസ് ടാക്സ് പേ ചെയ്യുന്നതിനുള്ള അതിലൊരു ലിമിറ്റ് സെർട്ടൻ ത്രെഷോൾഡും അതിൽ പറയുന്നുണ്ട്. 1% തന്നെയാണ് ടാക്സ്. ഏത് ഡേറ്റ് തൊട്ടിട്ടാണ് അപ്ലിക്കബിൾ ആവുക? ഏപ്രിൽ തൊട്ടിട്ടാണ് അപ്ലിക്കബിൾ ആവുക. ഇതെല്ലാം പഴയ ആക്ടിലെ 234Bയിലുള്ള അതേ പ്രൊവിഷൻസ് തന്നെയാണ് വരുന്നത്. ഒരു അസസി അയാളുടെ 90% അഡ്വാൻസ് ടാക്സ് അസറ്റ് ടാക്സിന് 90% അഡ്വാൻസ് ടാക്സ് ആയിട്ട് അടച്ചിട്ടുണ്ടാവണം. അടച്ചിട്ടില്ലെങ്കിൽ ഏപ്രിൽ 1 തൊട്ടിട്ട് അത് അടയ്ക്കുന്ന പീരീഡുകൾക്ക് മാത്രം വ്യത്യാസമുണ്ട്. അതുവരെയുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ 234Bയിൽ പറയുന്നുണ്ട്. ഇപ്പൊ ചില കേസുകളിൽ ഫസ്റ്റ് ടൈം അസസ്മെന്റ് ആണെങ്കിൽ, ഫസ്റ്റ് ആയിട്ട് അസസ് ചെയ്യുന്ന കേസുകളിലാണെങ്കിൽ അത് റെഗുലർ അസസ്മെന്റ് ആയിട്ടാണ് കണക്കാക്കാം. ഇപ്പൊ നോർമൽ ഒരു അസസ്മെന്റ് നടന്നിട്ടില്ല, ആദ്യത്തെ ഒരു അസസ്മെന്റ് നടക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് അസസ്ഡ് ആയിട്ടുള്ള ആ ഫസ്റ്റ് റെഗുലർ അസസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ റെഗുലർ അസസ്മെന്റിൽ ഇവിടെ അപ് ടു ദ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് റെഗുലർ അസസ്മെന്റ് എന്നുള്ള വാക്കാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സബ്സെക്ഷൻ 1 പറയുന്നത്. ഡിറ്റർമിനേഷൻ ഓഫ് ടോട്ടലിംഗ് അണ്ടർ സെക്ഷൻ 271 ആൻഡ് അപ് ടു ദ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് വേർ ദ റെഗുലർ അസസ്മെന്റ് ഈസ് മെയ്ഡ്. ഇപ്പൊ റെഗുലർ അസസ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവരെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കേസിൽ മുമ്പൊന്നും ഇത് നടന്നിട്ടില്ല, റീ അസസ്മെന്റ് മാത്രം നടക്കുള്ളെങ്കിൽ അതിനെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാവുന്നത്, ഒരാളുടെ
ആള് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ റിട്ടേൺ ഫയൽ ചെയ്തതിന് അല്ല, റിട്ടേൺ ഫയൽ ചെയ്തിട്ടേ ഇല്ല. ആൾക്ക് വേറെ അസസ്മെന്റുകളും നടന്നിട്ടില്ല. പിന്നീട് റീ അസസ്മെന്റ് മാത്രം നടക്കുന്നുണ്ടെങ്കിൽ അപ്പൊ അത് റെഗുലർ അസസ്മെന്റ് ആയിട്ട് കണക്കാക്കുക. അപ്പൊ അതുവരെയുള്ള ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മളിൽ ശ്രദ്ധിക്കണം. 234 ബിയിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അസസ്മെന്റിന് മുമ്പായിട്ട് നമ്മളൊരു എമൗണ്ട് അടച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിൽ കുറയ്ക്കാൻ സമ്മതിക്കും. അത് കഴിച്ചുള്ള ബാലൻസ് എമൗണ്ടുമേലാണ് ഇപ്പൊ റീ അസസ്മെന്റ് വരുന്ന കേസുകളിലൊക്കെ ഷോർട്ട് ഫാളുള്ള എമൗണ്ടുമേലാണ് നമുക്ക് ഇൻട്രസ്റ്റ് അഡീഷണൽ ആയിട്ട് വരുള്ളൂ. അതുപോലെ റീ അസസ്മെന്റിന്റെ കേസുകളിൽ ഇൻക്രീസ് ചെയ്തില്ല. ഇപ്പോൾ റെഗുലർ അസസ്മെന്റ് ആയിട്ട് തന്നെ കണക്കാക്കില്ലേ. ഇപ്പോൾ ഓൾറെഡി ഒരു റെഗുലർ അസസ്മെന്റ് ഉണ്ട്, ഇനി റീ അസസ്മെന്റ് വരാണ്. ഇപ്പൊ ഇന്റിമേഷനും ഒരു റെഗുലർ അസസ്മെന്റ് നടന്നുണ്ട്, വീണ്ടും റീ അസസ്മെന്റ് വരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എക്സസ് ഉള്ള എമൗണ്ടുമ്പോൾ മാത്രമാണ് നമ്മൾ ഇൻട്രസ്റ്റ് അഡീഷണൽ ആയിട്ട് ഈ 234 ബിയിൽ വരുള്ളൂ. മറ്റേത് ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അടച്ചിട്ടുണ്ടാവും. ഇനി അഡീഷണൽ വരുന്ന എക്സസ് എമൗണ്ടിന് മാത്രമാണ് ഇൻട്രസ്റ്റ് കണക്കാക്കേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ ഏതെങ്കിലും ഓർഡർ പ്രകാരം ഈ ഡിമാൻഡുകൾ കുറയുക കൂടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇൻട്രസ്റ്റിന്റെ എമൗണ്ടിലും മാറ്റം വരും. ഇതാണ് 234 ബി കവർ ചെയ്യുന്നത്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ 425 ആണ്. 425 കറസ്പോണ്ട് ചെയ്യുന്ന 234 സി എന്ന് പറഞ്ഞ സെക്ഷനാണ്. അതിപ്പോ ഇൻട്രസ്റ്റിന്റെ അഡ്വാൻസ് എന്തെങ്കിലും 4 ഇൻസ്റ്റാൾമെന്റ് പറയുന്നുണ്ടല്ലോ, ആ 4 ഇൻസ്റ്റാൾമെന്റ് എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് അടച്ചിട്ടില്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് 234 സി എന്ന് പറഞ്ഞുള്ള സെക്ഷൻ. ഇങ്ങനെയാണ് നമ്മൾ അതിന് ത്രഷോൾഡ് പറയുന്നത്. ഈ ടൈമിന്റെ ഉള്ളിൽ ഇത്ര അടയ്ക്കണം എന്നുള്ളതാണ്. 15th ഡേ ഓഫ് ജൂൺ, 15th ഡേ ഓഫ് സെപ്റ്റംബർ, 45, 15, 45, 75, 100. അപ്പൊ ആ എമൗണ്ടുകൾക്ക് ആദ്യത്തെ 3 മാസം ഇതിൽ 3% എന്നുള്ളത് വാക്കാണ് ഇവര് പെർസെന്റേജ് പറഞ്ഞുള്ളത്. പക്ഷെ നോർമലി 1% തന്നെയാണ് 3 മാസത്തേക്ക് ആയിരുന്നു. അപ്പൊ പഴയ ആക്ടിൽ യാതൊരു മാറ്റവും ഇല്ല. 1% തന്നെയാണ് ഇതിലും ടാക്സ് റേറ്റ് വരുന്നത്. പക്ഷെ അത് 3 മാസത്തേക്ക് ആക്കിയോണ്ട് 3% ആക്കിയിട്ടുള്ളതാണ്. അപ്പൊ 15 ജൂണിന് മുമ്പ് നമ്മൾ അഡ്വാൻസ് ടാക്സ് 15% അടച്ചിട്ടില്ലെങ്കിൽ എത്രയാണോ ഷോർട്ട് ഫാള് അതിന് 3% ടാക്സ്. പണ്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഷോർട്ട് ഫാളിന് 1% കാൽക്കുലേറ്റ് ചെയ്തിട്ട് 3 മാസത്തേക്ക് ഇടും. അത് 3% തന്നെയാണ്. അപ്പൊ അത് കറക്റ്റ് ഇവിടെ 3% എന്നുള്ള വാക്ക് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ രണ്ടായിട്ട് പറഞ്ഞില്ല എന്ന് മാത്രം. ഇനി 15 സെപ്റ്റംബറിന് മുമ്പായിട്ട് 45% നമുക്ക് അടയ്ക്കേണ്ടതുണ്ടായിരുന്നു. 45% അടച്ചിട്ടില്ലെങ്കിൽ അതിന് നമുക്ക് ആ എമൗണ്ടിനും 3% ഇൻട്രസ്റ്റ് കവർ ചെയ്യും. അതുപോലെ 15th ഡിസംബറിനും അതുപോലെ തന്നെ. മാർച്ചിൽ മാത്രം 1% വരുള്ളൂ. അത് മാർച്ചിലത്തെ മാത്രമേ വരുള്ളൂ. അതിന് 3 മാസത്തെ വരില്ല, മാർച്ചിലത്തെ മാത്രമേ വരുള്ളൂ. ഇനി ഇതിൽ ഇൻട്രസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരൊരു ഇപ്പൊ ചില അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിൽ മാറാലോ. അപ്പൊ ആദ്യത്തെ 2 ക്വാർട്ടറിലും നമുക്കൊരു റിലാക്സേഷൻ തന്നുള്ള എന്താണ്, ഈ 15 നോക്കണ്ട, 12 അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ട ആവശ്യമില്ല. 12 ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തേലോ 15 സെപ്റ്റംബറിലോ 36 അടച്ചാൽ മതി. അപ്പൊ 15, 45 നമുക്കൊരു റിലാക്സേഷൻ തന്നിട്ടുണ്ട്. അത് 12 36 അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ 3% അപ്ലിക്കബിൾ ആവില്ല. മിനിമം അത്രയ്ക്കെങ്കിലും നമുക്ക് അടച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ പ്രിസംപ്റ്റീവ് ബേസ് നോക്കുമ്പോൾ മാർച്ചിന്റെ ഇത് വെച്ചിട്ടാണ് ചെക്ക് ചെയ്യേണ്ടത്. മാർച്ചിന്റെ ഉള്ളിൽ അവർ അടച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഫുൾ ആയിട്ടുള്ള എമൗണ്ട് 15 തീയതിക്കുള്ളിൽ അടച്ചു കഴിഞ്ഞ് മാർച്ച് 15 തീയതിക്കുള്ളിൽ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ടാക്സ് ലയബിലിറ്റി, ഇൻട്രസ്റ്റ് ലയബിലിറ്റി വരില്ല. ഇനി ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഗെയിനും അതുപോലെ ഡിവിഡൻഡിനും ഈ 234 സി എന്ന് പറഞ്ഞുള്ള സെക്ഷൻ, ഇവിടെ 425 എന്ന് പറഞ്ഞ സെക്ഷൻ അപ്ലിക്കബിൾ ആവില്ല. ഈ ക്യാപിറ്റൽ ഗെയിന്റെ എമൗണ്ടിന് അപ്ലിക്കബിൾ ആവില്ല, ഡിവിഡൻഡിന്റെ എമൗണ്ട്. പക്ഷെ 234 ബി ഒക്കെ അപ്ലിക്കബിൾ ആവും. പക്ഷെ 234 സി എന്ന് പറഞ്ഞുള്ള സെക്ഷൻ, ഈ 425 എന്ന് പറഞ്ഞുള്ള പുതിയ സെക്ഷനും ക്യാപിറ്റൽ ഗെയിനിന്റെ എമൗണ്ടിനും അപ്ലിക്കബിൾ അല്ല, ഡിവിഡൻഡിന്റെ എമൗണ്ടിനും അപ്ലിക്കബിൾ അല്ല. ഇനി ഇൻട്രസ്റ്റ് ഓൺ എക്സസ് റീഫണ്ട്. എക്സസ് ആയിട്ട് എന്തെങ്കിലും റീഫണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് ആണ് ഈ സെക്ഷൻ 426 കവർ ചെയ്യുന്നത്. അത് 234 ഡി എന്ന് പറഞ്ഞ സെക്ഷൻ ആയിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. അത് 426 എന്ന് പറഞ്ഞ സെക്ഷനിലേക്കാണ് ഇപ്പോൾ ആയിട്ടുള്ളത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. റീഫണ്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ എമൗണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. 0.5% ആണ് റീഫണ്ട് നമുക്ക് എലിജിബിൾ അല്ലാതെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ 0.5 പെർ മന്ത്. അപ്പൊ കൂടുതൽ റീഫണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ടിന് നമ്മൾ
അടയ്ക്കേണ്ട എമൗണ്ട് ആണ് ഇതിൽ പറയുന്നത്. ഇനി സെക്ഷൻ 427 ഫീ ഫോർ ഡിഫോൾട്ട് ഇൻ ഫർണിഷിംഗ് സ്റ്റേറ്റ്മെന്റ്. ഇനിയിപ്പോ ഇൻട്രസ്റ്റും കഴിഞ്ഞു, ഇനി ഫീകളാണ് അടുത്ത് വരുന്നത്. ഈ 234 കറസ്പോണ്ടിങ് ആയുള്ള സെക്ഷൻ ആണ് സെക്ഷൻ 427 എന്ന് പറഞ്ഞുള്ള സെക്ഷൻ. 234 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ TDS സ്റ്റേറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്യുന്നതിൽ ഡിലേ വരുമ്പോൾ ഉണ്ടായിരുന്നതാണ്. അതേ സെക്ഷൻ തന്നെയാണ്, അതിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല. സെയിം പ്രൊവിഷൻസ് തന്നെയാണ് കവർ ചെയ്യുന്നത്. എത്രയാണ് അവർ പറയുന്നത്? 200 ഫോർ എവറി ഡേ ഡ്യൂറിംഗ് വിച്ച് ഫെയിലിയർ കണ്ടു. അപ്പൊ ഡ്യൂ ഡേറ്റ് എന്നാണോ അവിടുന്ന് ഓരോ ദിവസത്തേക്കും 200 രൂപ വെച്ചിട്ടാണ് ഫൈൻ വരുന്നത്. ഇപ്പൊ ഇത് വേറൊരു ചാപ്റ്റർ ആയിട്ടാണ് ഫീ ഫോർ ലെവി ഇൻ സർട്ടൻ കേസസ് എന്ന് പറഞ്ഞ് അടുത്ത സെക്ഷനാണ്. ഇതിൽ തന്നെ ഈ ചാപ്റ്ററിൽ തന്നെ വേറൊരു സെക്ഷൻ ആയിട്ടാണ് എടുത്തുള്ളത്. എഫ് എന്ന് പറഞ്ഞ സെക്ഷനാണ് ലെവി ഓഫ് ഫീ ഇൻ സർട്ടൻ കേസസ്. ഈ ഫീല് പറയുന്ന ആദ്യത്തെ TDSന്റെ TCSന്റെ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ നമ്മൾ TDS ഡിഡക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ TDSന്റെ സ്റ്റേറ്റ്മെന്റ്സ് ഫയൽ ചെയ്യാനുള്ള ടൈമിന്റെ ഉള്ളിൽ നമ്മൾ ഫയൽ ചെയ്തില്ലെങ്കിൽ നമ്മൾ 200 രൂപ വെച്ചിട്ട് ഓരോ ദിവസത്തേക്ക് നമുക്ക് ഫൈൻ നമ്മൾ ലേറ്റ് ഫീ ആയിട്ട് കൊടുക്കേണ്ടി വരും. ഇപ്പൊ പ്രത്യേകിച്ച് ഈ ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് ഈ 31 മെയ് ആണ് നമ്മുടെ TDSന്റെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട സമയം. 25-26 ഫിനാൻഷ്യൽ ഇയർ ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം തന്നെയാണ് കവർ ചെയ്യുന്നത്. അപ്പൊ അത് ഫയൽ ചെയ്യുന്ന സമയത്ത് ഇപ്രാവശ്യം വരാവുന്ന ഒരു ചലഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന പേയ്മെന്റിന് TDS പിടിക്കണം. ഇത് പലപ്പോഴും നമ്മൾ എപ്പോഴും അറിയാം, ചിലപ്പോൾ നമ്മൾ അസസ്മെന്റ് സമയത്താണ് അവർക്ക് കൊടുക്കുകയോ കൊടുക്കില്ല അറിയാം. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങൾക്കുള്ള ക്ലയൻസിന്റെ കാര്യത്തിൽ നോക്കിയിട്ട് ഇവരെല്ലാം ടാൻ എടുത്തിട്ടുണ്ടെന്നുള്ള ഉറപ്പിക്കുക. അവർക്കൊന്ന് TDS റിട്ടേൺ ലാസ്റ്റ് ക്വാർട്ടറിലെ എന്തെങ്കിലും ചെറിയ എമൗണ്ട് കാണിച്ചിട്ട് പാർട്ട്നേഴ്സിന് പേയ്മെന്റ് കാണിച്ചിട്ടാണെങ്കിലും റിട്ടേൺ ഫയൽ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് റിവൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മാർച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ നമുക്ക് റിവൈസ് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ എന്തുണ്ടാവും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഓരോ ദിവസം റിട്ടേൺ ഫയൽ ചെയ്യാത്ത ഇഷ്യൂവിൽ ഈ ഓരോ ദിവസത്തേക്ക് നമ്മൾ 200 രൂപ വെച്ചിട്ട് ഫൈൻ അടയ്ക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പൊ അത് ഒഴിവാക്കാൻ നിങ്ങൾ തന്നെ ഒരു എസ്റ്റിമേറ്റ് ചെയ്ത് മെയ് 31 മുമ്പായിട്ട് പുതിയ ടാൻ നമ്പർ എടുത്തിട്ട് എല്ലാ പാർട്ണർഷിപ്പ് സ്ഥാപനങ്ങൾക്കും ഒരു ചെറിയ എമൗണ്ട് കാണിച്ചിട്ടെങ്കിലും റിട്ടേൺ ഫയൽ ചെയ്യാൻ അഡ്വൈസ് ചെയ്യണം. അപ്പൊ നമുക്ക് അത്രയും പെനാൾട്ടി അവർക്ക് വരാതിരിക്കാൻ അതൊരു അഡ്വൈസബിൾ ആയുള്ള ഒരു കാര്യമാണ്. ഇതിന് പുറമെ നമ്മൾ ഈ 61A എന്ന് പറഞ്ഞൊരു ഫോം ഫയൽ ചെയ്യാറുണ്ട്. ഇപ്പൊ കമ്പനികൾക്കൊക്കെയാണ് നോർമലി വരാം, കമ്പനി നിധി കമ്പനികൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ബാങ്കുകളൊക്കെയാണ് അധികം വരുന്നത്. ഇത് റിപ്പോർട്ടബിൾ ട്രാൻസാക്ഷൻസ് ഉണ്ട്. പഴയ സെക്ഷൻ 285BA എന്ന് പറഞ്ഞ സെക്ഷനിലായിരുന്നു. അതിലും കവർ ചെയ്യുന്ന കുറച്ച് ട്രാൻസാക്ഷൻസ് ഉണ്ട്. റിപ്പോർട്ടബിൾ ട്രാൻസാക്ഷൻസ് പറയാം. ഈ ട്രാൻസാക്ഷൻസ് റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഷെയർ ക്യാപിറ്റൽ 10 ലക്ഷത്തിന് മീതെ ഒരു കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, ഒരാൾക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിന് ആ ഒരു കൊല്ലത്തിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഒരു ഫോമില് 61A എന്ന് പറഞ്ഞുള്ള ഫോമിൽ നമ്മൾ ഫയൽ ചെയ്യണം. അത് ഫയൽ ചെയ്യാനുള്ള ഡേറ്റ് ഈ മെയ് 31 ആണ്. ഈ മെയ് 31 ഉള്ളിൽ ചെയ്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനും 200 രൂപ പെർ ഡേ ഫൈനാണ്. പെർ ഡേ 200 രൂപ ഫൈനാണ്. അത് കൂടാതെ അത് മാക്സിമം 1 lakh വരെ ആ ഫൈൻ കൊണ്ടുപോകാന്നുള്ളതാണ്. ഇപ്പൊ ഇത് പുതിയ ഫിനാൻസ് ആക്ട് 2026 വന്നുള്ള അമെന്റ്മെന്റ് ആണ്. ഈ സെക്ഷനിൽ മുമ്പ് ഉണ്ടായിരുന്നില്ല. ഈ 427 തന്നെയാണ് അത് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ 2026 ഫിനാൻസ് ആക്ടില് അതും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസത്തേക്ക് 200 രൂപ വെച്ചിട്ട് ഫൈൻ, അതിൽ മാക്സിമം 1 lakh വരെ. റിപ്പോർട്ടബിൾ 61A എന്ന് പറഞ്ഞുള്ള ഫോം ഫയൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് വരാവുന്ന പെനാൽറ്റിയാണ്. അതും നമ്മൾ ശ്രദ്ധിക്കണം. അത് ഫയൽ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി 3 സെക്ഷൻ കൂടി ഉള്ളത് നമുക്കിത് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട്. അതിൽ സെക്ഷൻ 428 ആണ് അടുത്തത്. ഫീ ഫോർ ഡിഫോൾട്ട് ഇൻ ഫർണിഷിംഗ് റിട്ടേൺ ഓഫ് ഇൻകം. സെക്ഷൻ 234F എന്ന് പറഞ്ഞ സെക്ഷൻ ആയിരുന്നു. റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് എന്തെങ്കിലും ഡിഫോൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അടയ്ക്കേണ്ട ടാക്സിന്റെയാണ്. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു സെക്ഷൻ ആയിരുന്നു. പക്ഷെ ഈ സെക്ഷൻ ഒന്ന് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഫിനാൻസ് ആക്ട് 2026. ഇതിൽ പറഞ്ഞുള്ളത് 5 ലക്ഷത്തിന് താഴെ ഇൻകമുള്ള ആൾക്കാർ ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ, ഡിഫോൾട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ 1000 രൂപയും 5 ലക്ഷത്തിന് മീതിയുള്ള ആളുകൾക്ക് 5000 രൂപയാണ് ഫൈൻ വരുന്നത്. ഇത് അതേപോലെ തന്നെ കറസ്പോണ്ടിങ് സെക്ഷൻ തന്നെയാണ് ഇവിടെയും വന്നുള്ളത്. ഒരു ക്ലോസിലും മാറ്റില്ല. 234F എന്താണോ പറഞ്ഞുള്ളത് അതുപോലെ തന്നെയാണ് 428 ഇതിനെ കുറിച്ച് പറഞ്ഞുള്ളത്. പക്ഷെ 428 വേറെ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവന്നു. ആ കൊണ്ടുവന്നുള്ളത്
ഒന്ന് നമ്മുടെ ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ടും ട്രാൻസ്ഫർ പ്രൈസിങ്ങിന്റെ റിപ്പോർട്ടിങ്ങിനും കാര്യത്തിലാണ്. ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ടിൽ കൊണ്ടുവന്നുള്ളത് ഇതിൽ ആ സെക്ഷൻ ഈ അമെൻഡ് ചെയ്യാത്ത സെക്ഷനാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് കാണാത്തത്. സെക്ഷൻ 428 വന്നുള്ള അമെന്റ്മെന്റ് എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ ഈ കൊല്ലത്തേക്ക് അല്ലാട്ടാ 26-27 ഫിനാൻഷ്യൽ ഇയറിലാണ് നമ്മൾ ഇത് വരുന്നത്. 25-26 ഫിനാൻഷ്യൽ ഇയറിൽ ഈ സെക്ഷൻ അപ്ലിക്കബിൾ അല്ല. അപ്പൊ പഴയ 271B സെക്ഷൻസ് തന്നെയാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. പക്ഷെ ഈ 271B ഇപ്പൊ ഒരു പുതിയ പേരിലേക്ക് മാറ്റിയിട്ട് ഈ 428 ഫീയുടെ കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നു. പണ്ട് അത് പെനാൾട്ടി ആയിരുന്നത് നേരെ മാറ്റി ഫീ ആക്കി. ഫീ ആക്കിയപ്പോ എന്ത് ചെയ്തത്? അപ്പൊ ടാക്സ് ഓഡിറ്റ് ചെയ്യേണ്ട ഒരാളാണെങ്കിൽ, ടാക്സ് ഓഡിറ്റ് കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട ഒരാളാണെങ്കിൽ, ടാക്സ് ഓഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ 75,000 രൂപ വരെ ഫൈനാണ് ഒരു മാസം കഴിഞ്ഞത്. നമ്മളുടെ ഒരു മാസം വരെ, ഒരു ദിവസം കഴിഞ്ഞ് ഒരു മാസം വരെ 75,000 രൂപ ഫൈൻ അടയ്ക്കണം. ഫീ അടച്ചതിന് ശേഷമാണ്, ഈ ഫീക്കുള്ള പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അടച്ചതിന് ശേഷം നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ടാക്സ് ഓഡിറ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റും, പക്ഷെ റിട്ടേൺ ഫയൽ ചെയ്യണമെങ്കിൽ ഈ പേയ്മെന്റ് അടയ്ക്കണം. ഈ പേയ്മെന്റ് അടയ്ക്കാതെ പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇനി ഒരു മാസം കഴിഞ്ഞു എന്നൊക്കെയാ, ഒരു മാസം വരെ 75,000 രൂപ വരെ ലിമിറ്റ് ഉള്ളൂ. ഇനി ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞാലോ അത് 1,50,000. അപ്പോ പഴയ 271B ഉണ്ടായിരുന്ന പെനാൾട്ടീനെ അങ്ങനെ തന്നെ പിടിച്ച് ഒരു ഫീ ആയിട്ട് കൺവേർട്ട് ചെയ്യുക ചെയ്തിട്ടുള്ളത്. അപ്പൊ ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ട് അടുത്ത കൊല്ലം തൊട്ട് നമ്മൾ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ, ഈ ഡ്യൂ ഡേറ്റിന്റെ ഉള്ളിൽ ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ട് ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് September 30th. റിട്ടേൺ ഫയൽ ചെയ്യാൻ October 31st വരെ സമയമുണ്ട്. അപ്പോൾ September 30th ഉള്ളിൽ റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ ഇനി കണ്ടോണേഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ട. നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ പെനാൾട്ടി ഓട്ടോമാറ്റിക് ആണ്. നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യണമെങ്കിൽ വേറെ വഴിയില്ല. ഈ എമൗണ്ട് പെനാൾട്ടി എന്നുള്ള പേരിൽ അല്ലെങ്കിലും ഫീ എന്നുള്ള പേരിൽ നമ്മൾ അടച്ചിട്ടാണ് നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു മാസം വരെ 75,000 രൂപ, ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ 1,50,000 രൂപ വരെ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരും, പെനാൾട്ടി ആയിട്ട് അടയ്ക്കേണ്ടി വരും. ഇനി ചിലപ്പോൾ ട്രാൻസ്ഫർ പ്രൈസിംഗ് ഉണ്ടാവും. ഡൊമസ്റ്റിക് ട്രാൻസ്ഫർ പ്രൈസിംഗോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രാൻസ്ഫർ പ്രൈസിംഗോ അപ്ലിക്കബിൾ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അതിന് സെപ്പറേറ്റ് ഒരു 3CEB എന്ന് പറഞ്ഞ ഫോം നമ്മൾ ഫയൽ ചെയ്യാറുണ്ട്. ആ ഫോം ഫയൽ ചെയ്യാനും ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ അതിനും പെനാൾട്ടിന്റെ ഒരു മാസം വരെ 50,000 രൂപയും ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് 1 lakh ആയിട്ട് ഉണ്ട്. അപ്പൊ ആ പെനാൾട്ടി നമുക്ക് അപ്ലിക്കബിൾ ആവും. അപ്പൊ ഇത് രണ്ടും പണ്ട് അസസ്മെന്റ് നടക്കുന്ന സമയത്തൊക്കെയും പെനാൾട്ടി ആയിട്ട് 271B ഇമ്പോസ് ചെയ്തിരുന്ന ഒരു പെനാൾട്ടിയാണ്. പക്ഷെ അത് അതിന്റെ പേര് മാറ്റി ഇപ്പോ പെനാൾട്ടി എന്നുള്ള പേരിൽ നിന്ന് മുഴുവനായിട്ട് എൻറ്റയർലി എടുത്ത് മാറ്റിയിട്ട് ഫീ എന്നുള്ള കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നപ്പോ അത് ഫയൽ ചെയ്യാതെ അടയ്ക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ വന്ന് നമുക്കത് അപ്പീൽ ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലേക്കും വരും. ഒരു അപ്പീലോ കാര്യങ്ങളോ നമുക്ക് ഇതിൽ പറ്റില്ല. പല കേസുകളിലും നാച്ചുറൽ ആയിട്ടുള്ളത് ഉണ്ടായിരിക്കും. പക്ഷെ ഇതിൽ എനിക്ക് തോന്നുന്നത് ഇത് ചലഞ്ച് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ഫീ ഒരു നോർമൽ കേസിൽ, ഇപ്പൊ ഈ കേസിലാണെങ്കിലും നമുക്ക് ഏത് കേസിലാണെങ്കിലും നോക്കിയാൽ അറിയാം, നേരത്തെ TDS റിട്ടേണിന്റെ കേസിലാണെങ്കിൽ നോക്കിയാൽ അറിയാം, ഒരു ഡേക്ക് 200 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഡിലേ ഉണ്ടോ അത്ര ദിവസത്തേക്കാണ് നടക്കുള്ളൂ. പക്ഷെ ഇതൊരു ഫീ അല്ല ശരിക്കും ഇവര് ചാർജ് ചെയ്യുന്നത്. ഇത്ര ഒരു മാസത്തേക്ക് 75,000 എന്ന് പറഞ്ഞത് പെനാൾട്ടി നേച്ചറിൽ തന്നെയാണ്. അപ്പൊ അതിനി കോടതികൾ എങ്ങനെയാണ് അതിനെ കാണാന്നുള്ളത് അറിയില്ല. അപ്പൊ സെക്ഷന് ചലഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ചലഞ്ച് ചെയ്തിട്ട് ഇപ്പൊ എന്തായാലും ഒരു കൊല്ലം കൂടി ഉണ്ട്, അതിന്റെ ഉള്ളിൽ ഇത് ചലഞ്ച് ചെയ്യപ്പെടാം. അപ്പൊ അത് മാറിയിട്ട് അതൊരു പെർ ഡേക്ക് അനുസരിച്ച് കയറുന്ന രീതിയിലാവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കൂടി ഈസി ആയിരിക്കും. അപ്പൊ ഓരോ ദിവസത്തേക്ക് നോക്കിയിട്ടാണ് നമ്മൾ അടയ്ക്കേണ്ടേ ഉള്ളൂ. അപ്പൊ ആ രീതിയിലേക്ക് അത് മാറി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അത് ഒരു റിലീഫ് ആയിരിക്കും. അല്ലെങ്കിൽ ഭയങ്കര പ്രഷർ ആയിരിക്കും ഓഡിറ്റിന്റെ സമയത്ത്. ലാസ്റ്റ് ദിവസം വന്ന ആളും ആ ദിവസം അപ്ലോഡ് ചെയ്യണം എന്നുള്ള ഒരു രീതിയിലാണ് നിൽക്കുക. അപ്പൊ നമുക്കത് ഒരുപാട് പ്രഷർ ഉണ്ടായിരിക്കും. ഇത് കൂടാതെ ഈ ഒരു സെക്ഷനിൽ തന്നെ ഫിനാൻസ് ആക്ട് 2026 പ്രകാരം ഒരു അമെന്റ്മെന്റും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് റിട്ടേൺ റിവൈസ് ചെയ്യാനുള്ള ഡേറ്റ് 31st മാർച്ച് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഡിസംബറിൽ നിന്ന് 31st മാർച്ച് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 31st മാർച്ച് വരെ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ അവര് അഡീഷണൽ ആയിട്ട് ഒരു ഫീയും കൂടി അഡീഷണൽ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 31st ഡിസംബറിന്റെ ഉള്ളിൽ നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനത്തെ കേസുകൾ നമുക്ക് മാർച്ച് 31st വരെ റിവൈസ് ചെയ്യാം. അങ്ങനത്തെ മാർച്ച് 31st വരെ റിവൈസ് ചെയ്യുമ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു 1,000 രൂപ അല്ലെങ്കിൽ 5,000 രൂപയും കൂടി ഇപ്പൊ അടയ്ക്കണം. അത് 5 ലക്ഷത്തിന് താഴെയാണെങ്കിൽ 1,000 രൂപയും 5 ലക്ഷത്തിന് മീതിയാണെങ്കിൽ 5,000 രൂപയും നമ്മൾ ഫീ അടച്ചിട്ടാണ് നമുക്ക് ഈ അഡീഷണൽ ഈ റിവിഷന്റെ സമയത്ത് അഡീഷണൽ പീരീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഈ 428 ഈ 2 പ്രൊവിഷനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. 2 പ്രൊവിഷനും കൂടി പുതിയ ഫിനാൻസ് ആക്ട് 2028 പ്രകാരം ആഡ് ചെയ്തിട്ടുള്ളതാണ്.
ഇനി 429 പറയുന്നത് ഫീ ഫോർ ഡിഫോൾട്ട് ഇൻ റിലേറ്റിംഗ് ടു സ്റ്റേറ്റ്മെന്റ് ഓഫ് സർട്ടിഫിക്കറ്റ്. ഇതിൽ ചിലപ്പോ ഇതില് കവർ ചെയ്യുന്നത് 80 GO ഒക്കെയാണ്. പിന്നെ യൂണിവേഴ്സിറ്റിയിലുള്ള പഴയ സെക്ഷൻ 35 പ്രകാരം പ്രിസ്ക്രൈബ് ചെയ്തുള്ള കുറച്ച് റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ട ആൾക്കാരുണ്ട്. അതുപോലെ 80Gയില് നമുക്ക് എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് തരുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കണല്ലോ. അപ്പോൾ മറ്റേ പാർട്ടിക്ക് അതിന്റെ ഡിഡക്ഷൻ കിട്ടണമെങ്കിൽ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്താലാണ് അവർക്ക് ആ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷന് ഇപ്പോ റിസർച്ച് അസോസിയേഷന് നമുക്ക് പേയ്മെന്റ് തരുന്ന ആൾക്കാരുണ്ടാവും. ഇനി അതല്ല ഡൊണേഷൻ 80Gയില് പഴയ 80Gയില് മേടിച്ചിരുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ അത് ക്ലെയിം ചെയ്യണമെങ്കിൽ നമ്മൾ ഡേറ്റിൽ ഇത് റിട്ടേൺ ഫയൽ ചെയ്താലാണ് പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ ഡിലേ വന്നു കഴിഞ്ഞാൽ ആ ഡേറ്റിൽ അവർ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ 200 രൂപ വെച്ചിട്ട് ഫൈൻ വരും. 200 രൂപ വെച്ചിട്ട് ഫീ ഫയൽ ചെയ്തിട്ടാണ് അടയ്ക്കാൻ പറ്റുള്ളൂ. അതിൽ എമൗണ്ട് ടോട്ടൽ എമൗണ്ടിനേക്കാൾ അതിൽ ഇൻവോൾവ് ചെയ്തുള്ള എമൗണ്ടിനേക്കാൾ കൂടാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ 200 രൂപ വരെ ഈ ഡിപ്പാർട്ട്മെന്റിന് ഒരു ഫീ കളക്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഈ ഫീക്കൊക്കെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീ അടച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് ഈ ഇത് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. TDSന്റെ ആണെങ്കിലും അത് തന്നെയാണ്. അപ്പൊ അത് നമുക്ക് എപ്പോഴും അടയ്ക്കാതെ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് ഒന്ന് ശ്രദ്ധിക്കുക. ഈ രണ്ട് ഇത്രയാണ് നമുക്ക് ഈ 429. ഇനി ഒരു സെക്ഷനും കൂടി ഉണ്ട്, 430. അത് നമ്മുടെ ആധാറും പാനും ലിങ്ക് ചെയ്യാത്ത കേസുകളിൽ 234H എന്ന് പറഞ്ഞാണ് കറസ്പോണ്ടിങ് സെക്ഷൻ. അതിൽ 1000 റുപ്പീസിന്റെ എമൗണ്ട് ഉണ്ട്. ആധാറും പാനും ലിങ്ക് ചെയ്യുന്നവരെ അത് 1000 റുപ്പീസ് ആണ് നമുക്ക് അടയ്ക്കേണ്ടത്. അത് ആധാർ ഇന്റിമേറ്റ് ചെയ്യാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ. അതിന് ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ 1000 റുപ്പീസ് പെനാൽറ്റി വരും. ഇത്രയാണ് നമുക്ക് ഇന്ന് കവർ ചെയ്തുള്ളത്. അപ്പോൾ 430 വരെയുള്ള സെക്ഷൻസ് നമുക്ക് ഇപ്പോൾ കവർ ചെയ്ത് ചാപ്റ്റർ 19 നമുക്ക് കവർ ചെയ്യാം. അപ്പൊ അഡ്വാൻസ് ടാക്സ് അടയ്ക്കുന്നതിനെ കുറിച്ചും അതുപോലെ റിക്കവറി മെക്കാനിസം, അതിന്റെ ഇൻട്രസ്റ്റിന്റെ എമൗണ്ട്, അതിന്റെ ഫീയുടെ കളക്ഷൻ, ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ കവർ ചെയ്തുള്ളത്. ഇപ്പൊ ഒരുവിധം ടാക്സേഷന്റെ ആംഗിളിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ചുള്ള ഒരു ഓവറോൾ ഐഡിയ, റിക്കവറിനെ കുറിച്ചുള്ളതും അതുപോലെ ഇൻട്രസ്റ്റിന്റെയും അതുപോലെ പെനാൾട്ടി ഫീയും കാര്യങ്ങളും കുറച്ച് ഒരു ഓവർവ്യൂ നമ്മൾ പുതിയ ആക്ടിൽ എങ്ങനെ ഇരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ സെഷൻ നമുക്കിവിടെ കഴിയാണ്. നമുക്ക് എന്തെങ്കിലും